Hello everyone. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സൂപ്പർ കിങ്സ് ബാച്ചിന്റെ GIBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. എല്ലാവർക്കും എക്സാം കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. ചിലപ്പം ഒരു ആവറേജ് എക്സാം തന്നെ ആയിരുന്നായിരിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഹാർഡായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ എക്സാം എഴുതിയെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ എയിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ എയിലെ നമ്മുടെ ഫസ്റ്റ് ചോദ്യം, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 61ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ നോക്കിക്കേ, എന്താ ഈ ചോദ്യം പറയുന്നത്? ഇഫ് എ ഈക്വൽ ടു 1 - 3 2k തന്നിട്ടുണ്ട് ആൻഡ് a² - 4a + 10i ഈക്വൽ ടു a തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ ഇതിനകത്ത് കെയിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോഴേ നമ്മൾ പഠിപ്പിച്ച നമ്മളുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്തുമായിരുന്നു? കെയ്ലി ഹാമിൽട്ടൺ തിയറം വെച്ച് നമ്മൾ 2/2 മെട്രിക്സിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? a² - trace of a plus determinant a into i equal to 0 എന്നാണ് അല്ലേ? സോ ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു എയും കൂടെ ഉണ്ട്. ആ എനെ കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി? a² - 4a - a plus 10i equal to 0 എന്ന് വന്നു. സോ എന്ത് കിട്ടി? a² - 5a plus 10i എന്ന് വന്നു. റെഡി അല്ലേ? ഈക്വൽ ടു 0. ഇനി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ട്രേസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടും? 5 ആണ് അല്ലേ? സോ മൈനസ് ഓഫ് ട്രേസ് ഓഫ് എ തന്നെയാണ്, -5 തന്നെ. സോ ട്രേസ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്യുമ്പോൾ ട്രേസ് ഓഫ് എ നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, ട്രേസ് ഓഫ് എ 5 ആണെങ്കിൽ നമ്മുടെ ഈ ഡിറ്റർമിനന്റിന് ട്രേസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്. സോ 1 + k ആണ് എന്ത് സം എന്ന് പറയുന്നത്. സോ 1 + k നമുക്ക് എത്ര എഴുതാം? 5 എന്ന് എഴുതാം. സോ കെയുടെ വാല്യൂ 5 - 1 നമുക്ക് 4 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് 62ാമത്തെ ചോദ്യം. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇഫ് എ ഈക്വൽ ടു 1 1 2 1 3 4 1 - 1 3 then b ഈക്വൽ ടു അഡ്ജോയിന്റ് എന്ന് തന്നിട്ടുണ്ട്, c ഈക്വൽ ടു 3a തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട എന്താ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് b ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് c എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, റെഡി. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 1 × 3 × 3 9 ആണ്, പ്ലസ് 4 വരും. ദെൻ -1 × 3 - 4 വരും. ദെൻ +2 × നെക്സ്റ്റ് -1 - 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് 13 + 1 ദെൻ ഇത് -4 -8 എന്ന് വരും. സോ നമുക്ക് ഫൈനലി 6 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഡിറ്റർമിനന്റ് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിറ്റർമിനന്റ് സി ഡിനോമിനേറ്റർ വേണം. സി ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 3a എന്നാണ്. സോ ഡിറ്റർമിനന്റ് സി നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഡിറ്റർമിനന്റ് 3a എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഡിറ്റർമിനന്റ് കെ എയുടെ പ്രോപ്പർട്ടി എന്തുവാ? അല്ലെങ്കിൽ ലാംഡ. ഡിറ്റർമിനന്റ് ലാംഡയുടെ പ്രോപ്പർട്ടി എന്താ? λ⁻n അല്ലെങ്കിൽ k⁻n into ഡിറ്റർമിനന്റ് വേർ n is the order of the matrix. സോ ഇവിടെ ഓർഡർ 3 ആയതുകൊണ്ട് 3³ ആണ് നമ്മൾ പുറത്തെടുക്കുന്നത് അല്ലേ? 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് വരും. ഓക്കെ, സോറി 3³ ആണ് കേട്ടോ മക്കളെ. 3³ 3² അല്ല 3³. ഓക്കെ, സോ നമ്മൾ എന്തെടുക്കും? 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? ഡിറ്റർമിനന്റ് എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? 6 ആണ്. സോ 3³ ഇൻറ്റു 6 ആണ് എന്ത് വരുന്നത്? ഡിറ്റർമിനന്റ് സി ഇപ്പോൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അഡ്ജോയിന്റ് ഓഫ് ബി. മക്കളെ ഇവിടെ നോക്കിയാൽ ബി ഈക്വൽ ടു അഡ്ജോയിന്റ് എന്നുണ്ട്. സോ ബി ഈക്വൽ ടു അഡ്ജോയിന്റ് എന്നാ. സോ അഡ്ജോയിന്റ് ബിയുടെ ഡിറ്റർമിനന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അഡ്ജോയിന്റ് ബി ഇവിടെ കൊടുത്താൽ ഇവിടെയോ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് വരും. ഇനി നമുക്ക് വേണ്ട എന്താ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി. സോ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് വരും. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു n - 1 ഹോൾ സ്ക്വയർ അല്ലേ? സോ ഇവിടെ n 3 ആണ്. സോ 3 - 1 2 ആണ്, 2². ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു 4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? റെഡി. സോ ഡിറ്റർമിനന്റ് എത്രയാണ്? 6 ആണ്. സോ 6⁻4 വരും. 6⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് സി ആണ്. സോ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി 6⁻4 ഡിവൈഡഡ് ബൈ 3³ ഇൻറ്റു 6 എന്നാണ് അല്ലേ? 3³ ഇൻറ്റു 6 എന്ന് വരും. ക്ലിയർ ആണല്ലോ? റെഡി. അപ്പോൾ നമുക്കറിയാം ഈ 6⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? 6² ഇൻറ്റു 6² എന്ന് എഴുതാം. 6² എത്രയാ? 36 ആണ്. 36. ഓക്കെ, ഡിവൈഡഡ് ബൈ 3³ ഇൻറ്റു 6 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കളയുക. സോ നമുക്ക് എന്ത് ചെയ്യാം?
സോ ഇവിടെ നിന്ന് 6 കട്ട് ചെയ്യാം, ഇവിടെ നിന്നും 6 കട്ട് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് 3 ക്യൂബാണ്. സോ 3 × 3 × 3 എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 6 ഒരു 2 ഒക്കെ കട്ട് ചെയ്യാം. സോ വീണ്ടും ഇവിടെ നിന്ന് 36 ഒക്കെ കട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലായോ? ഫൈനൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേന് ഓപ്ഷൻ എ 8 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. ഒന്നുമില്ല, പ്രൊസീജിയർ മാത്രം നിങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്റ്റെപ്പും ഒന്നും എഴുതുന്നില്ല. എന്താണ് സംഭവം എന്നുള്ളത് കീ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യേണ്ട ഹിൻറ്റും പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ ഇതാണ് എഴുതിയിട്ടുണ്ട് അത്യാവശ്യം. ഇനി അടുത്ത് നമ്മൾ 63ാമത്തെ ചോദ്യം, അത് നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, y = e⁻²x - e⁻²x ഡിവൈഡ് ബൈ e⁻²x പ്ലസ് e⁻²-2x. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ x = എന്ന് പറഞ്ഞ് എഴുതിയിട്ട് f ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് y വരുന്നിടത്തല്ലേ നമ്മൾ എന്ത് ചെയ്യണം? x ഇട്ട് കൊടുത്താൽ മതി ഇൻവേഴ്സ് നമുക്ക് എഴുതാൻ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ഫംഗ്ഷനാണ് e⁻²x എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ e⁻²x ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനൊരു വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകും. ഒരു ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഞാൻ എഴുതാൻ പോകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എന്ത് ചെയ്യാം. സോ e⁻²x ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പോൾ y എന്ത് കിട്ടും നമുക്ക്? y = t മൈനസ് e⁻²x ആണ്. സോ 1/e⁻²x അല്ലേ അത്? അപ്പോൾ അതെന്ത് വരും? 1/t വരും. ഓക്കെ, 1/t. ദെൻ t ഡിവൈഡ് ബൈ 1 + t വരും. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? t² - 1 ഡിവൈഡ് ബൈ t² + 1 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = t² - 1 ഡിവൈഡ് ബൈ t² + 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? yt² + y = t² - 1 വരും. ഇതിനകത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യും? t² എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? t² ഉള്ള ടൈം എല്ലാം നമ്മൾ ഒന്നിച്ചെഴുതുന്നു. yt² - t² അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊണ്ടുവന്നാണ് എളുപ്പം, അല്ലേ? സോ y ഇവിടെ ഉണ്ട്, ദെൻ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആകും. ദെൻ t² - yt² വരും. സോ y + 1 = t² നമ്മൾ കോമൺ എടുത്താൽ 1 - y വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? x = നമുക്ക് എഴുതണം. സോ t² = 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് വരും. ക്ലിയർ ആണല്ലോ? റെഡി? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് എഴുതി. ടിക്ക് നമ്മൾ എന്താ കൊടുത്തത്? e⁻²x ആണ്, അല്ലേ? സോ e⁻²x ഹോൾ സ്ക്വയർ = ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് e⁻4x ആകും. ദിസ് ഈസ് ഈക്വൽ ടു 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടിടത്തും ഞാൻ ലോഗ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ലോഗ് e⁻4x = log of 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് വരും. നമ്മളുടെ ഫംഗ്ഷനകത്ത് ലോഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലോഗ് അപ്ലൈ ചെയ്തത്. സോ ഇപ്പോൾ ഇതെന്താണ്? log x⁻m ഫോമിലാണ്. സോ m log x വരും. സോ 4x log e വരും. ഇത് നമുക്കറിയാം. log e എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്? അത് 1 ആണ്. സോ 4x എന്ന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? സോ 4x = ഇപ്പോൾ എന്താണ്? log 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് വരും. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് x = എന്ന് എഴുതാം, അല്ലേ? സോ x = എന്ന് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 log 1 + y ഡിവൈഡ് ബൈ 1 - y എന്ന് വരും. സോ ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? x കിട്ടി. സോ ഇനി f ഇൻവേഴ്സ് ഓഫ് x കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് 1/4 log 1 + x ഡിവൈഡ് ബൈ 1 - x എന്ന് വരും. സോ ഇതാണ് എന്താ? നമ്മളുടെ ഇൻവേഴ്സ്. സോ ഏത് വരും ആൻസർ? 1/4 log. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഇനി നമ്മൾ 64ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 64ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. ഇഫ് ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അത് ഈക്വൽ ടു a + bx × x - a ഹോൾ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത്. ദെൻ ദ ഓർഡേർഡ് പെയർ a, b, എന്റെ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുവാണ്. കാരണം നമുക്ക് പല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാലും നമുക്ക് എക്സാമിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് വേണമല്ലോ നമ്മൾ ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് എല്ലാ എക്സുകൾ എല്ലായിടത്തും ഉണ്ട്, അല്ലേ? ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എല്ലാ എക്സ് ഉണ്ട്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? പുട്ട് x = 0 കൊടുക്കുന്നു. ഓക്കെ, എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പുട്ട് x = ഞാൻ 0 എന്ന് കൊടുത്തു. പറയുന്നത് മനസ്സിലായോ? എക്സിന് 0 കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ മെട്രിക്സ് അല്ലെങ്കിൽ ആ ഡിറ്റർമിനന്റ് എന്താവും? x - 4 എന്നായിരുന്നു. സോ അത് -4 ആകും. ദെൻ 2x അതെല്ലാം 0 ആയി പോവും. സോ ഇവിടെ എല്ലാം 0 0 ദെൻ 0 0 0 ദെൻ 0, അല്ലേ?
സോറി ഇവിടെ വാല്യൂ വരുന്നത് എത്രയാണ്? ഇവിടെ -4 വരും, ഇവിടെ എന്താണ് -4 വരും. ദിസ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വരുന്നത്? ഇതാ ഇതിനെല്ലാം എക്സ് എല്ലാം 0 കൊടുത്തേ, ദെൻ ഇവിടെ a പ്ലസ് ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോകും. സോ -a² എന്ന് പറഞ്ഞാൽ a ആണ്, സോറി a² ആണ്. സോ a² × a എന്ന് പറഞ്ഞാൽ a³ വരും. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? ഇതാ അതായത് ഇതിനകത്ത് എക്സിന് നമ്മൾ എന്ത് ചെയ്തു? 0 കൊടുത്തു. സോ 0 -4 ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും, ഇത് 0 0, ദെൻ ഇത് 0, ഇത് -4 -4 -4, ദെൻ ഇവിടെ 0 എക്സിന് 0 കൊടുത്താൽ ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോയി. -a² × a -a² എന്ന് പറഞ്ഞാൽ a² ആണ്, ഇൻറ്റു a³ കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമിനന്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 × 4 16. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു a³. സോ ഇത് -64 എന്ന് വരും, a³. 64 നമുക്ക് ക്യൂബായിട്ട് എഴുതാം. എങ്ങനെയാണ്? -4³ അല്ലേ? 4³ ആണ് 64. സോ ബേസ് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ a = നമുക്ക് എത്ര കിട്ടി? -4 എന്ന് കിട്ടും. കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? b-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. b-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷോർട്ട് കട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പം a-4 കിട്ടിയില്ലേ? ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? a-4 വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അതാ ഇവിടെ a-4 വരുന്നു, ഇവിടെ എന്താണ്? a-4 വരുന്നു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് പഴയ പോലെ തന്നെ വരുവേ. x-4 2x, then 2x, then 2x, x-4 2x, then 2x, then 2x, then x-4. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താവും? -4 നമ്മൾ എക്ക് കൊടുക്കുവാണേ. സോ -4 + bx എന്ന് വരും. അതിന് ഞാൻ bx -4 എന്ന് എഴുതുന്നു. അതിന് തെറ്റുണ്ടോ? ഇല്ല, bx -4 എന്ന് എഴുതുന്നു. ഓക്കെ, bx -4 എന്ന് എഴുതുന്നു. ദെൻ മറ്റേത് x -4 വരുമ്പോൾ അത് +4² വരും. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ത്രൂ ഔട്ട് ഇതിനെ x വെച്ച് എല്ലായിടത്തും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? x വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ത്രൂ ഔട്ട് x വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുക. സോ അവിടെ എന്ത് വരും? x/x എന്ന് പറഞ്ഞാൽ 1 ആണ്, 4/x വരും, 2x/x 2 ആണ്, 2 ആണ്, 2 ആണ്. ഇവിടെ 1 - 4/x വരും, ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്, ഇത് 1 - 4/x വരും. ഓക്കെ, ദെൻ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? x വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ b -4/x, ദെൻ അവിടെ എന്ത് വരും? 1 + 4/x² എന്ന് വരും. ക്ലിയർ ആണുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ മക്കളെ? റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോ ഇത്രയും കിട്ടി. ഇനി എക്സിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പുട്ട് x = ഞാൻ കൊടുക്കുക. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നോക്കിയേ, 4/∞, 4/∞, 4/∞, 4/∞, 4/∞. എനി നമ്പർ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 0 ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ അപ്പോൾ ഇത് എങ്ങനെ വരും? ഇവിടെ 1 വരും, ഇത് 2 വരും, 2 2 1 2 2 2 1 വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? b കിട്ടും. ദെൻ ഇവിടെ നമുക്ക് 4/∞ 1 ആയതുകൊണ്ട് നമുക്ക് എന്താ വരുന്നത്? സോ x എന്താണ്? x/x 1 തന്നെ വരും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? b-ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എന്ത് ചെയ്യുക? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ 4/x 0 ആണ്. സോ 1² 1 തന്നെ വരും. സോ ഇവിടെ b = ഇത് വന്നു. ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് നമുക്ക് എന്ത് കിട്ടും? b-ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, b-ൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b = 5 എന്നായിരിക്കും കിട്ടുന്നത്. സോ എയും ബിയും നമുക്ക് ഓൾറെഡി പേര് എങ്ങനെ കിട്ടി? -4,5 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? സോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ സോൾവ് ചെയ്തത്. സോ നമ്മൾ 65ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മളുടെ ചോദ്യം. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3 such that determinant A = 3, determinant B = 2, then the value of determinant of A inverse adjoint B inverse adjoint of 3. ഇത് നമ്മൾ ചെയ്തിട്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ നമുക്കിത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. എന്താണ്? ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. സോ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിറ്റർമിനന്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്താ? A ഇൻവേഴ്സ് adjoint of B ഇൻവേഴ്സ് then adjoint of 3A ഇൻവേഴ്സ് then ഡിറ്റർമിനന്റ്. ഓക്കെ, ക്ലോസ് ചെയ്ത് ഡിറ്റർമിനന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിറ്റർമിനന്റ് A ഇൻവേഴ്സ് then adjoint of B ഇൻവേഴ്സ് then adjoint of എന്താണ്? 3
എ ഇൻവേഴ്സ് അല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അഡ്ജോയിന്റ് ഓഫ് ബി, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ബി ഹോൾ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഹോൾ സ്ക്വയർ. അഡ്ജോയിന്റ് ബി ഇൻവേഴ്സ് ആണ്. പ്രോപ്പർട്ടി അറിഞ്ഞാലേ ഇതെല്ലാം കാര്യമുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജോയിന്റ് ഓഫ് 3, അപ്പം 3a ഇൻവേഴ്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഡിറ്റർമിനന്റ് 3a ഇൻവേഴ്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ. സോ അഗെയിൻ നമ്മൾ എഴുതുന്നു 1 ഡിറ്റർമിനന്റ് എ ക്രോസ് 1 താഴോട്ട് കൊണ്ടുവന്നുണ്ട് ഡിറ്റർമിനന്റ് ബി ഹോൾ സ്ക്വയർ. ദെൻ 3നെ നമ്മൾ പുറത്തെടുക്കണം. ഇവിടെ 3 ഇതിനകത്തുനിന്ന് പുറത്ത് വരുമ്പോൾ 3 ക്യൂബ് വരും. ഇവിടെ എത്രയാണ്? 3/3 മെട്രിക്സ് ആണല്ലോ. സോ 3 ക്യൂബ് വരും. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ പവറും കൂടെ വരും. സോ 3⁻6 വരും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ദെൻ എന്താണ് ഇവിടെ? ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് ഹോൾ സ്ക്വയർ. അതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരും. സോ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു 1 ഡിറ്റർമിനന്റ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു 3⁻6 ഇൻറ്റു 1 ഡിറ്റർമിനന്റ് എ ഹോൾ സ്ക്വയർ. പരിപാടി കഴിഞ്ഞു. നമുക്ക് ഡിറ്റർമിനന്റ് എയും ഡിറ്റർമിനന്റ് ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 3യും ഡിറ്റർമിനന്റ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 2മാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഞാൻ ഡയറക്റ്റ്ലി കൊടുക്കാൻ പോവാണ്. 1 ഡിറ്റർമിനന്റ് എ. ഓക്കെ, 1 ഡിറ്റർമിനന്റ് എത്രയാണ്? 3 ആയിരുന്നു. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കിനോ 3 സ്ക്വയർ അല്ലേ. സോ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കിന് എന്ത് വരും? 3⁻6 മേലെ വരും. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ 3⁻6 ഡിവൈഡഡ് ബൈ 3 ക്യൂബ്. ഓക്കെ, 3 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് നമുക്ക് 27/4 എന്ന് കിട്ടും കേട്ടോ. 27/4 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 66ാമത്തെ ചോദ്യമാണ്. സോ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 2 sin ഇൻവേഴ്സ് എക്സ് മൈനസ് 3 കോസ് ഇൻവേഴ്സ് എക്സ് = 3 ആണെങ്കിൽ 2 sin ഇൻവേഴ്സ് എക്സ് പ്ലസ് 3 കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചൊന്ന് കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരും ഇത് ചെയ്യാനായിട്ട്. സോ നമുക്ക് എങ്ങനെ ഫസ്റ്റ് പ്രൊസീഡ് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? ആദ്യം തന്നിട്ടുള്ളത് 2 sin ഇൻവേഴ്സ് എക്സ് മൈനസ് 3 കോസ് ഇൻവേഴ്സ് എക്സ് = 3 എന്നാണ് അല്ലേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. ഇത് കുറച്ച് ചിന്തിക്കണം, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് കോസ് ഇൻവേഴ്സിൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് = എന്താ? π/2 ആണ്. സോ ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ എന്താക്കുന്നു? π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? 2 × π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് 3 കോസ് ഇൻവേഴ്സ് എക്സ് = 3 കിട്ടിയല്ലോ. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × π/2 എന്ന് പറയുമ്പോൾ പൈ വരും. ദെൻ -2 കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് 3 കോസ് ഇൻവേഴ്സ് എക്സ് = 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ പൈ -5 കോസ് ഇൻവേഴ്സ് എക്സ് = 3 എന്ന് വരും. റെഡി അല്ലേ? ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എത്രയാണെന്ന് എഴുതാമല്ലോ. സോ കോസ് ഇൻവേഴ്സ് എക്സ് = എത്ര വരും? കോസ് ഇൻവേഴ്സ് എക്സ് = പൈ -3 ഡിവൈഡഡ് ബൈ 5 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? അത് കിട്ടി. നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ളതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 3 കോസ് ഇൻവേഴ്സ് എക്സ് വേണം. സോ 3 കോസ് ഇൻവേഴ്സ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. 3 × കോസ് ഇൻവേഴ്സ് എക്സ്. സോ നമുക്ക് എത്ര കിട്ടും? 3 × പൈ -3/5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് = 3π - 9/5 എന്ന് കിട്ടും. സോ 3 കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? 2 സൈൻ ഇൻവേഴ്സ് എക്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. പറയുന്നത് മനസ്സിലായോ? 2 സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. സോ ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടല്ലോ. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 സൈൻ ഇൻവേഴ്സ് എക്സ് = 3 + 3 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ 3 കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? ആ വാല്യൂ നമുക്കിനി വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 +
3π മൈനസ് 9/5 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്താൽ 15 + 3π മൈനസ് 9/5 എന്ന് കിട്ടും. സോ നമുക്ക് 15 - 9 6 സോ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ബാക്കി ഇത് സോൾവ് ചെയ്താൽ ഇതിൻ്റെ വാല്യൂയിലേക്ക് വരും 6 + 3π/5 എന്ന് കിട്ടും അല്ലേ? സോ അതുപോലെ ഞാൻ ആ സ്റ്റെപ്പ് മുഴുവൻ എഴുതുന്നുണ്ടോ? ഇല്ല. സോ 2 ഞാൻ ഒന്നുകൂടെ എഴുതിയേക്കാം. 2 sin inverse x നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് തന്നെ വാല്യൂ കണ്ടുപിടിച്ചു നമ്മൾ അല്ലേ? ഞാനിപ്പോൾ എഴുതി കാണിച്ച് കണ്ടില്ലേ? 2 sin inverse x = നമുക്ക് എങ്ങനെ കൊടുക്കാം? 3 + 3 cos inverse x എന്ന് നമുക്ക് എഴുതാം അല്ലേ? സോ ഇനി എന്ത് ചെയ്യാം? 3 cos inverse x-ൻ്റെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണ്? 3π - 9/5 ആണ്. സോ 15 + 3π - 9/5. സോ നമുക്ക് 6 + 3π/5 എന്ന് വരും. ക്ലിയർ? ഇനി നമുക്ക് എന്താ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? 2 sin inverse x നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? +3 cos inverse x അല്ലേ? +3 cos inverse x രണ്ട് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. 6 + 3π/5 പ്ലസ് എന്താണ് നെക്സ്റ്റ് നമുക്ക് കിട്ടിയത്? 3π - 9/5. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 6 + 3π + 3π - 9/5 വരും. സോ നമുക്ക് 3π - 6π 3π 6π ഓക്കെ 6π - 3/5 എന്ന് കിട്ടും. ഓക്കെ 6π - 3/5. ഓക്കെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. സോ സിമ്പിൾ. അടുത്തേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ 67ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ആണ്. സൈൻ ഇൻവേഴ്സ് ബോക്സ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറയുന്ന മനസ്സിലായോ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം. പക്ഷേ എന്താണ് ഇവിടെ സൈൻ ഇൻവേഴ്സ് ബോക്സ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്തുവാ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? സൈൻ ഇൻവേഴ്സ് ബോക്സ് എക്സിൻ്റെ ഡൊമൈനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. പറയുന്നത് മനസ്സിലായോ? സോ ഇതെങ്ങനെ വരും? ഇതിനെ നമുക്ക് അല്ലാണ്ട് രീതിയിൽ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ -1 ≤ ബോക്സ് എക്സ് <1 എന്താ ഈ പെട്ടിക്കകത്ത് എക്സ് എന്തുവാ പറയുന്നത്? അതിനകത്ത് ഏത് ഇപ്പോൾ 3.6 എന്ന് വന്നു കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഇൻഡിജർ എത്ര വരും? 3 ആണ് വരുന്നത്. ഓക്കെ ഇപ്പം 4.1 വന്നാൽ എത്ര ആൻസർ? 4 ആണ് വരുന്നത്. ബോക്സ് ഓഫ് 4.1 എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ വരുന്നത്. പറയുന്നത് മനസ്സിലാവും? 2.9999 വന്നാൽ എത്രയേ വരുള്ളൂ? 2 ആണ് വരുന്നത്. ഇതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഇൻഡിജർ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെഡി? അതാണ് നമ്മുടെ എന്താ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ബോക്സ് എക്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ -1നും 1നും ഇടയ്ക്ക് ഇൻഡിജർ ഏതൊക്കെ വാല്യൂസേ വരുള്ളൂ? നമുക്ക് എങ്ങനെ എഴുതാം? -1, 0, 1. ഇതൊക്കെ ഞാൻ ചുമ്മാ ഇപ്പം ഇങ്ങനെ വെറുതെ നമുക്ക് റഫായിട്ട് എഴുതിയാൽ മതി. കാരണം നമുക്ക് ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. സോ ഈ ബോക്സ് എക്സിനകത്ത് ഇപ്പം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ബോക്സ് എക്സിൻ്റെ എങ്ങനെ എഴുതും? ബോക്സ് എക്സിൻ്റെ -1നും 1നും ബിറ്റ്വീൻ ആണ്. സോ അതിന് ബിറ്റ്വീനുള്ള ഇൻഡിജർ വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബോക്സ് എക്സ് ആയതുകൊണ്ട് -1ഉം 0ഉം 1ഉം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ബോക്സ് എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ റെഡി? ഇനി നമുക്ക് അതിൻ്റെ ഡൊമൈനാണ് വേണ്ടത് അല്ലേ? സോ അപ്പോൾ നമുക്ക് ബോക്സ് എക്സിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. സോ നമുക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാൻ പറ്റുന്നത്? -1, 0, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റ്സ് എവിടെ മുതൽ എവിടെ വരെ വരുന്ന സമയത്ത് -1 എടുക്കാൻ പറ്റുന്നത്? -1നും അതേപോലെ 0യ്ക്കും ബിറ്റ്വീനുള്ള 0 വരാൻ പാടില്ല -1 വരെ അല്ലേ? 0 മുതൽ -1 വരെയുള്ള വാല്യൂസിനെല്ലാം -1 ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ 0 മുതൽ 1 വരെയുള്ള വാല്യൂസിനെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും ബോക്സ് എക്സ് വാല്യൂ വരുന്നത്. ഓക്കെ ദെൻ 0.5 എടുത്താലും എത്രയാണ്? 0 കിട്ടും. 0.999999 എടുത്താലും എത്ര കിട്ടും? 0 കിട്ടും. ഓക്കെ ദെൻ അടുത്തത് 1 ലെസ് ദാൻ x ലെസ് ദാൻ 2 വരും. ഓക്കെ നമുക്ക് അന്നേരം എന്താ വേണ്ടത്? ബോക്സ് എക്സിൻ്റെ എന്ത് വേണം? സൈൻ ഇൻവേഴ്സ് ബോക്സ് എക്സിൻ്റെ ഡൊമൈനാണ് വേണ്ടത്. സോ എവിടെ മുതൽ എവിടെ വരെ വരും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരെ ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ എക്സ് ബിലോങ്സ് ടു എവിടെ വരും? -1നും ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ല, ഓപ്പൺ ഇൻ്റർവെൽ 2 ആണ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ വാല്യൂ വരുന്നത്. പറയുന്നത് മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതേപോലെയും റെപ്രസെൻറ്റ് ചെയ്യാം. പറയുന്നത് മനസ്സിലായോ? സോ നമ്മുടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി ഈസ് ദ
റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മളത് നോക്കുന്നത്. റെഡി? അടുത്ത നമ്മൾ 68ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 68ാമത്തെ ചോദ്യം ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ അറിഞ്ഞാൽ നമുക്ക് പുഷ്പം പോലെ ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. റെഡി? അപ്പം a² a എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ i + a ഹോൾ റൈസ് ടു 4 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ബൈനോമിയൽ തിയറം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബൈനോമിയൽ തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഏത് പവറിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിലും a + b ഹോൾ ക്യൂബ്, a + b ഹോൾ റൈസ് ടു 4, a + b ഹോൾ റൈസ് ടു 5 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ a + b ഹോൾ റൈസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? a എന്ന് പറഞ്ഞാൽ ഇവിടെ i ആണ്. സോ അതിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നത് കേട്ടോ. സോ i + a ഹോൾ റൈസ് ടു 4 ആണ്. സോ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഐയുടെ എത്ര പവർ എടുത്താലും നമുക്ക് എന്തേ വരുള്ളൂ? ഐ വരുന്നത്. ഇനി ഐയുടെ പവർ എന്ത് ചെയ്യും? താണുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എയുടെ പവർ കൂടിക്കൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെഡി? അപ്പോൾ ഇവിടെ ഐ വരും, ദെൻ 4a വരും. ഇനി ഐ നമ്മളിവിടെ എഴുതേണ്ട കാര്യമില്ല, കാരണം a × i a തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് എത്ര വരും? 6. എയുടെ പവർ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അഗെയിൻ 4a³ ദെൻ എന്താണ്? വീണ്ടും നമുക്ക് a⁴. ഇതാണ് i + a ഹോൾ റൈസ് ടു 4ന്റെ എക്സ്പാൻഷൻ. a + b ഹോൾ റൈസ് ടു 4 വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റെഡി അല്ലേ? ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ്? a² എന്ന് പറഞ്ഞാൽ a എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് a² ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യാം? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് കിട്ടും? i + 4a വരും, ദെൻ 6a² അടുത്ത് a കൊടുക്കാം, 4a³. a³ നമുക്ക് എങ്ങനെ എഴുതാം? a³ നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞേ. a³ നമുക്ക് a² × a എന്ന് എഴുതാം. a² എന്തെന്ന് പറഞ്ഞേക്കുന്നത് a ആണ്. അപ്പോൾ a × a എന്താ? വീണ്ടും a² വന്നു. a² എന്ത് തന്നെയാണ്? a ആണ്. അപ്പോൾ a³ വാല്യൂ എന്ത് തന്നെ വന്നു? a തന്നെ വന്നു. ഇനി a⁴ എന്ത് വരും? നമുക്കറിയാം a⁴ നമുക്ക് a² × a² എന്ന് എഴുതാം. a² a ആണ്, a² a ആണ്. വീണ്ടും അത് a² വന്നു. a² എന്താ? a ആണ്. കണ്ടോ? അപ്പം അതും a വന്നു. അപ്പോൾ എത്ര a വന്നു? 6 × 4 10, 10 × 4 14, 1 15 അല്ലേ? 15a + i എന്ന് വരും, അല്ലെങ്കിൽ i + 15a എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ a ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? റെഡി? നമുക്ക് 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നുമില്ല, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ln x + y എന്ന് പറഞ്ഞാൽ എന്താണ്? log x + y ആണ് കേട്ടോ. log x + y = 2xy എന്നാണ്. ഡെറിവേറ്റീവ് എടുക്കാമല്ലോ, ഇംപ്ലിസിറ്റ് ഫോം പോലെ. നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് y' ആണ് നമുക്ക് വേണ്ടത്, മറന്നു പോകരുത് കേട്ടോ. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x + y എന്നാണ്. 1/x + y ആണ്. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന x + y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഡെറിവേറ്റീവ് ഓഫ് അതെന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ആണ്. ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷൻ y ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. ക്ലിയർ ആണല്ലോ? സോ അത് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. റെഡി? സോ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കൊടുത്തു. അല്ലേ? ക്ലിയർ അല്ലേ? അയ്യോ സോറി, ഇത് പ്രൊഡക്റ്റ് റൂൾ അല്ലല്ലോ, അഡീഷണൽ ഇടാ മക്കളെ, ശ്രദ്ധിച്ചേ. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അല്ലല്ലോ, നോക്കിക്കേ. x + y എന്നല്ലേ? സോ 1/x + y, ദെൻ x + yയുടെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx കേട്ടോ. പ്രൊഡക്റ്റ് റൂൾ അല്ല, അഡീഷൻ മാത്രമാണ്. സോ സിമ്പിൾ ഡെറിവേറ്റീവ് എടുക്കുക. സോ അപ്പുറത്താണ് പ്രൊഡക്റ്റ് റൂൾ വരുന്നത്. 2 ദെൻ എക്സ് വൈ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് y ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അപ്പുറത്തോട്ട് ഞാൻ എഴുതുകയാണ്. സോ 1 + dy/dx / x + y = 2x dy/dx + 2y. ഞാൻ അകത്തോട്ടെല്ലാം എന്ത് ചെയ്തു? ഞാൻ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. റെഡി അല്ലേ? സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? y'(0). ഇപ്പം നമ്മൾ y' നമുക്ക് എന്ത് ചെയ്തു? dy/dx = നമ്മൾ എന്തായാലും എഴുതും അല്ലേ? അപ്പോൾ എന്തായാലും അതിനകത്ത് y'(0) എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് x ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു എന്ന് അർത്ഥം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ നോക്കിക്കേ. ഫംഗ്ഷൻ എന്തുവായിരുന്നു? log x + y = 2xy എന്ന അല്ലേ? ഞാൻ ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിന് ഞാൻ 0 കൊടുത്താൽ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? log y = 0 എന്ന് വരും അല്ലേ? log y 0 ആകണമെങ്കിൽ
എന്ത് ലോഗ് 1 അല്ലേ, ലോഗ് y 0 ആണെങ്കിൽ 1 വൈയുടെ വാല്യൂ എന്തായിരിക്കണം 1 വരണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് എന്ത് കിട്ടും? സോ ഇനി നമുക്ക് വൈയുടെ വാല്യൂ 1 കിട്ടി. അപ്പം എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുത്താൽ വൈക്ക് 1 വരും എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ഈ ഡെറിവേറ്റീവ് കിട്ടിയതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിന് 1ഉം വൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിന് 0യും വൈക്ക് ഞാൻ 1ഉം കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള ആൻസർ ആണ് കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഇതിനകത്ത് ഇനി എക്സിന് ഞാൻ 0യും വൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1ഉം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വൈയുടെ ടൈമിൽ ഒന്നും അല്ല നമ്മൾ ഡെറിവേറ്റീവ് കിടക്കുന്നത്. എന്താണ്? എല്ലാം ഒരു നമ്പറായിട്ടാണ് എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്തത്? ഈ ഒരു കാര്യം ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി dy/dx കണ്ടുപിടിച്ചിട്ട് എക്സിന് എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൊടുത്തിട്ട് ഡെറിവേറ്റീവ് എഴുതുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. അതിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? നമ്മുടെ ഫംഗ്ഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് അറ്റ് 0, 1 നമ്മൾ എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. സോ ഇതിനകത്ത് നമുക്ക് എക്സ് ഉള്ളിടത്ത് dy/dx കൊടുത്തേക്കല്ലോ കേട്ടോ. സോ 1 + dy/dx, എക്സ് 0 ആണ്, y 1 ആണ്, ദെൻ 2 × x 0 ആണ്, y 1 ആണ്. അപ്പം ഈ ടേം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇത് 2 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ നമുക്ക് താഴെ 1 ഉള്ളതുകൊണ്ട് dy/1 + dy/dx = 2 എന്ന് നമുക്ക് കിട്ടും. സോ dy/dx ആ 2നെ നമ്മൾ 1നെ അപ്പുറത്തോട്ട് പോയാൽ 1 എന്ന് കിട്ടും. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 70ാമത്തെ ചോദ്യമാണ് നമുക്കുള്ളത്. സോ നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ, y = x/1 + mod x, വേർ x belongs to R, y belongs to R. അത് 1 1 ആണോ 1 2 ആണോ നോക്കാനാണ്. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പോവാണ്? നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഫംഗ്ഷനെ ഒന്ന് നോക്കണം. നോക്കിയേ, y = x/1 + mod x ആണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്? mod x-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x when x greater than or equal to 0 minus x when x less than 0 അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഫംഗ്ഷൻ 2 എണ്ണം വരും. നമുക്ക് എന്താണ്? ഈ x/1 + x when x greater than or equal to 0 ആകുമ്പോൾ y = x/1 minus x when x less than 0. ഈ ഫംഗ്ഷൻ എന്താവും? 2 ആയിട്ട് സ്പ്ലിറ്റ് ആകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ വെറുതെ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാം റാൻഡം ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിന് എന്ത് ചെയ്യുന്നുണ്ട്? 0 കൊടുക്കുവാണേ. എക്സിന് ഞാൻ 0 കൊടുത്താൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ ഇത് നോക്കിക്കോണം. എക്സിന് 0യോ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളതെങ്കിൽ ഈ ഫംഗ്ഷനകത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. x ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? സോ x = 0 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനകത്ത് നമ്മൾ നോക്കേണ്ടത്. സോ എക്സിന് 0 കൊടുത്താൽ സംഭവിക്കും 0/1 + 0, അത് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ y = നമുക്ക് എന്ത് കിട്ടും? y = 0 കിട്ടും. റെഡി. ഇനി ഞാൻ എക്സിന് എന്ത് ചെയ്യുന്നുണ്ട്? 1 ഇട്ട് കൊടുക്കുക. എക്സിന് 1 എന്ന് പറഞ്ഞാലും ഈ ഫംഗ്ഷനകത്ത് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം ലെസ് ദാൻ വന്നാൽ -1 കൊടുത്താൽ ഇതിനകത്ത് കൊടുക്കുള്ളൂ. പിന്നെ എക്സും വൈയും റിയൽ നമ്പേഴ്സും ആണ്. നമുക്ക് ഡെസിമൽ നമ്പേഴ്സും ഏത് വേണമെങ്കിലും കൊടുക്കാം. റെഡി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 1 കൊടുത്താൽ y എന്ത് കിട്ടും? 1/1 + 1 നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? y = നമുക്ക് 1/2 കിട്ടും. ഇനി എക്സിന് ഞാൻ -1 ചുമ്മാ കൊടുക്കുക. -1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? -1 കൊടുക്കുമ്പോൾ ഇവിടെ വേണം കൊടുക്കാൻ, x ലെസ് ദാൻ 0. സോ -1/1 -1 വരും. സോ -1/2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, y = അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള വേറൊരു y വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഒരേ ഇമേജസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. പറയുന്നത് മനസ്സിലായോ? ഒരേ നമ്പറിന് ഒരു നമ്പറിന് ഒരേ ഇമേജ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ് വരുന്നത്. സോ ഇതെന്താ? നമുക്ക് 1 1 ആണ് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇത് 1 1 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓൺ ടു ആണോ നോക്കണം. ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണോ എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ റേഞ്ച് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ y ബിലോങ്സ് ടു എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? റിയൽ നമ്പറിൽ ഏത് നമ്പേഴ്സും, ഡെസിമൽ നമ്പേഴ്സും ഇൻഡിജേഴ്സും എല്ലാം വരുന്നുണ്ട്. പറയുന്നത് മനസ്സിലായോ? അതായത് എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ്? എല്ലാ നമ്പേഴ്സും വരണം അല്ലേ? പറയുന്നത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ റേഞ്ചും കോഡൊമൈനും ഞാൻ ചുമ്മാ ഇങ്ങനെ ഇത് ആരോടെ അഗ്രത്തിൽ കാണിക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈൻ എന്താണ്? റിയൽ
നമ്പേഴ്സ് ആണ് അല്ലേ. സോ ഇതിനകത്ത് നമുക്ക് എല്ലാ വാല്യൂസും വരും, 1, 2, 3 ഡെസിമൽ നമ്പേഴ്സ് എല്ലാം വരും അല്ലേ. അപ്പോൾ എക്സിന് നിങ്ങൾ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഫംഗ്ഷനകത്ത് 2 എന്നും 3 എന്നും ഒക്കെ വാല്യൂസ് വരാൻ എല്ലാ വാല്യൂസും കിട്ടുമോ, നമ്മൾ ചുമ്മാ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം ഇതാ എക്സിന് ഞാൻ 1 0 കൊടുത്തു, അല്ലെങ്കിൽ 1 കൊടുത്താൽ 1 + 1, 2 കൊടുത്താലോ 2 ഡിവൈഡ് ബൈ 1 + 2. അത് ദെൻ ഇത് ഇങ്ങനെ എന്ത് ചെയ്യും, ഫ്രാക്ഷൻസ് മാത്രമായിട്ട് വരും. നമുക്ക് ഇതിനകത്ത് ഇൻഡിജേഴ്സ് എല്ലാം ഉണ്ട്, പക്ഷേ ഇൻഡിജേഴ്സ് ഒന്നും എല്ലാം ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. എല്ലാം നല്ല നമുക്ക് കിട്ടത്തില്ല, പറയുന്ന മനസ്സിലാണ്. കാരണം ഇത് താഴെ 1 + x ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ ഫ്രാക്ഷൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും കിട്ടുന്ന വാല്യൂസ് എല്ലാം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ലോജിക്ക് മനസ്സിലായോ? സോ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൺ ടു അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. നോട്ട് ഓൺ ടു. സോ 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്കിനി എന്ത് ചെയ്യാം, 71ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്, ദ റിലേഷൻ ഗ്രേറ്റർ ദാൻ ഡിനോട്ടഡ്, അതായത് ഗ്രേറ്റർ ദാൻ ഈസ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. അത് എന്താണെന്ന് ചോദിച്ചത്, സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. നമുക്കറിയാം ഗ്രേറ്റർ ദാൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് അർത്ഥം. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം, ഇപ്പം ഞാൻ ചുമ്മാ 3 റിലേറ്റഡ് ടു 3 എന്ന് പറഞ്ഞാൽ 3 ഗ്രേറ്റർ ദാൻ 3 എന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും എന്താണ്, റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക്കിൻ്റെ കേസ് നോക്കാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 റിലേറ്റഡ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ 2 റിലേറ്റഡ് ടു 4ഉം വരണം അല്ലേ. 2 ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയാൻ പറ്റുമോ, പറ്റത്തില്ല. സോ എന്താണ്, ഇത് സിമെട്രിക്കും അല്ല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ബി റിലേറ്റഡ് ടു സി എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ എ റിലേറ്റഡ് ടു സിയും വരണം. അതെന്തുവാ, എ ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പം നമുക്ക് മനസ്സിലായി എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി എന്ന് നമുക്ക് വരും. സോ എ ഗ്രേറ്റർ ദാൻ സി തന്നെയാണ്. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, റെഡി. അപ്പം അതും നമ്മൾ കഴിഞ്ഞു. ദെൻ 72ാമത്തെ ചോദ്യം എന്താ പറയുന്നത്, ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x - 2y + yz, അതായത് ഈ സാധനം എന്താ, നമ്മൾ ഡിറ്റർമിനൻസ് ലാസ്റ്റ് പോർഷൻ പഠിച്ച അല്ലേ, ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിൻ്റെ അല്ല P + Q P - Q ഇതിൽ ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, തന്നിരിക്കുന്ന നമ്മുടെ കോഎഫിഷ്യൻ്റ് x y zന്റെ കോഎഫിഷ്യൻ്റ് എടുക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. അതുപോലെ തന്നെ D1 D2 D3 ഇത് മൂന്നും എന്താവണം, 0 ആണ്. എന്താണ് D1 എന്നറിയാമല്ലോ, നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉള്ള മെട്രിക്സ്, കോളം മെട്രിക്സ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ റീപ്ലേസ് ചെയ്താൽ നമുക്ക് D1 കിട്ടും, സെക്കൻഡ് കോളത്തിൽ റീപ്ലേസ് ചെയ്ത ഡിറ്റർമിനൻറ്റ് എടുത്താൽ D2 കിട്ടും, തേർഡ് കോളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്താൽ നമുക്ക് D3 കിട്ടും അല്ലേ. സോ ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ്, D0 ആണ്, D1 0 ആണ്, D2 0 ആണ്, D3 0 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, D നമുക്ക് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നിന്ന് Pൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമ്മൾ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആദ്യം എഴുതാൻ പോവാം. സോ മക്കളെ ഇത് കാണുമ്പോൾ ലോജിക്ക് മനസ്സിലാവണം കേട്ടോ. സോ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് നമുക്കറിയാം D = 0 ആണ്, D1 D2 D3 0. കാരണം എന്താ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം 0 ആണ്. റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനൻ്റ് കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എന്ത് വരും, 1 - 2 5 2 - 1 1 11 - 7 P അല്ലേ. ഇതാണ് എന്ത്, നമ്മുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് 0 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് Pൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ -P + 7 ഇത് നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കും. സോ 2 × 2P - 11 വരും. ദെൻ 5 × -14 + 11 = 0 എന്ന് വരും. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് -P + 7 + 4P - 22 then -15 = 0 എന്ന് വരും. സോ
3p - 30 = 0 എന്ന് വരും. സോ p = നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. പിയുടെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 10 കിട്ടും. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ p കിട്ടി, സമാധാനം. ഇനി q കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം D1, D2, D3 ഇതിൽ ഏതെങ്കിലും എന്താണ്? മൂന്നും 0 ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 എന്നുള്ള കണ്ടീഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂവും നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? സോ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്മുടെ ഈ കോൺസ്റ്റന്റ് മെട്രിക്സിനകത്ത് ഇവിടെ ക്യൂ കിടപ്പുണ്ട് അല്ലേ? അത് നമ്മൾ കോളം 1 കോളം 2 എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം കോളം 3 റീപ്ലേസ് ചെയ്യുന്നത് നല്ലത്. കാരണം ഈ പി ഉണ്ടാ ഇവിടെ നമുക്ക് ഉണ്ട്. അപ്പോൾ പിയുടെ വാല്യൂ 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ D3 തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആ ക്യൂ മെട്രിക്സ് ക്യൂ വാല്യൂ ഇവിടെ വരും. ക്യൂ വാല്യൂവിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കുറേ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് D1 കണ്ടുപിടിക്കുന്ന D1 കണ്ടുപിടിക്കാം. എന്നാൽ D1 തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് ചെയ്താൽ പിൻ്റെ വാല്യൂ 10 എന്നങ്ങ് കൊടുത്താൽ പോരെ? വേറെ പ്രത്യേകം വ്യത്യാസമുണ്ടോ? ഇല്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? D1 കാണുന്നു. സോ D1 നമ്പർ കോളം നമ്മൾ മാറ്റി എഴുതുന്നു അല്ലേ? 3 1 ക്യൂ വരും. ഏത്? നമ്മുടെ കോളം മെട്രിക്സ് ആയിട്ട് B ആയിട്ട് നമ്മൾ മാറ്റി എഴുതണം. സോ -2 -1 -7 വരും. ഇത് 5 1 പിയുടെ വാല്യൂ 10 ആണ്. ഓക്കെ, ഇതും 0 ആണ്. സോ ഇത് ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, -10 + 7 + 2 × 10 - q + 5 × -7 + q = 0 എന്ന് വരും. ഓക്കെ, സോ -9 + 20 - 2q - 35 + 5q = 0 എന്ന് വരും. സോ -24 + 3q = 0 വരും. സോ q = ഇവിടുന്ന് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, പിയും ക്യൂവും നമുക്ക് കിട്ടി. പി എന്ന് പറയുന്നത് 10ഉം q 8ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എന്തായാലും ഇത് തെറ്റാ, ഇതും തെറ്റാ, ഇതും തെറ്റാ, ഇതാണ് ശരി. 10 - 8 2 വരും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 73ാമത്തെ ചോദ്യം. ഇതെന്താണ്? ഇതും എളുപ്പമാണ്. ഡെറിവേറ്റീവ് എടുക്കുന്ന കേസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. y നമുക്ക് തന്നിട്ടുണ്ട്. വേറെ എയും ബിയും പാരാമീറ്റർ പീറ്റേഴ്സ് ആണ് നമ്മളോട് പറയുന്നുണ്ട്. പാരാമെട്രിക് ഇക്വേഷൻ അല്ലേ? സോ x² y ഡബിൾ ഡാഷ് + x y കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? x² × d² y dx² + x × dy dx കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഇതിൻ്റെ വാല്യൂ വേണ്ടത് നമുക്കറിയാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? dy dx നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? സോ എന്താ ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. സോ y = a cos log x + b sin log x എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ dy dx ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. dy dx എന്ന് എഴുതുന്നു. സോ a cos log x, a കോൺസ്റ്റന്റ് ആണ്. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. സോ sin log x ഇൻറ്റു എന്താണ്? log എക്സിൻ്റെ ഡെറിവേറ്റീവായ 1/x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അത് x ഡിവൈഡ് വരും. ദെൻ പ്ലസ് b ഇൻറ്റു sin log എക്സിൻ്റെ ഡെറിവേറ്റീവ് cos log x വരും. ഇൻറ്റു log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. കണ്ടോ? സോ ഈ കോമൺ ആയിട്ട് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. സോ x ഇൻറ്റു dy dx = നമുക്ക് എന്ത് കിട്ടും? -a sin log x പ്ലസ് b cos log x എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടേക്കിംഗ് ഡെറിവേറ്റീവ് അല്ലേ? ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം നമുക്ക് എന്താ വേണ്ട? d² y dx² അതിനകത്തുണ്ട് അല്ലേ? സോ നെക്സ്റ്റ് പേജിൽ നമുക്ക് എഴുതാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പോൾ ദാ ഇത് നോക്കിക്കേ, പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. x × dy dx എന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ x × ഡെറിവേറ്റീവ് സെക്കൻഡ് dy dxൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുമ്പോൾ d² y dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു dy dx പ്ലസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെറിവേറ്റീവ് എടുക്കുക. -a sin log എക്സിൻ്റെ ഡെറിവേറ്റീവ് cos log x/x അല്ലേ? സോ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? -a cos log x/x. ദെൻ b cos xൻ്റെ -sin x ആണ്. സോ -b sin log x/x. ഓ എക്സ് വീണ്ടും നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു x² വരും. x² ഇൻറ്റു d² y dx². ദെൻ ആ എക്സ് അകത്തോട്ടും കൂടെ പോകണം. dy dx.
ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോഗ് എക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതെന്ത് തന്നെയാണ് മക്കളെ? വൈ തന്നെയല്ലേ, നമ്മളുടെ വൈ തന്നെയല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം? സോ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്നാൽ നമുക്ക് എത്ര കിട്ടും? മൈനസ് വൈ എന്ന് കിട്ടും നമുക്ക്. ക്ലിയർ ആണോ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഇച്ചിരി ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ക്ലിയർ ആണല്ലോ? റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? റെഡി? സോ 74ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താ പറയുന്നത്? ഓ, വളരെ സിമ്പിൾ ചോദ്യം, ഒന്നുമില്ല. ഓക്കെ, എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1, 0 വെൻ എക്സ് ഈക്വൽ ടു 1, 7 മൈനസ് 3x വെൻ എക്സ് ലെസ് ദാൻ 1. നമ്മളോട് ചോദിക്കുന്നത് എന്താ? എഫ് ഡാഷ് 0 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ? എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 ആകുന്ന സമയത്ത്. ഇതിനകത്ത് എക്സിന്റെ വാല്യൂ 0 ആകുന്ന ഏത് കേസിലാണ്? എക്സ് ലെസ് ദാൻ 1 വരുന്നിടത്തല്ലേ എക്സിന്റെ വാല്യൂ 0 ആകുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തുവാ? 7 മൈനസ് 3x അല്ലേ? സോ ഈ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 മൈനസ് 3x ആ വെൻ എക്സ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ എക്സ് 0 ആകുമ്പോൾ അല്ലേ? എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 1 അല്ലേ? സോ ഇവിടുത്തെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? 7ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 3 വന്നു. അപ്പോൾ എന്തായാലും എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടുള്ളൂ? -3 തന്നെ കിട്ടുള്ളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? 15ാമത്തെ ചോദ്യം, അല്ലെ സോറി 75ാമത്തെ ചോദ്യം. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിലെ മാത്രം 15ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പറിലെ 75ാമത്തെ ചോദ്യം കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തിലേക്ക് പോകാം. എന്താ ചോദിക്കുന്നത്? ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് log to the base x10 with respect to log to the base x10 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇത്? ഈ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെറിവേറ്റീവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് എന്താണ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഞാൻ ഈ ലോഗ് എക്സ് ലോഗ് 10xനെ ഞാൻ y എന്ന് എടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ലോഗ് x10നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? z എന്ന് എടുക്കുന്നു. രണ്ടും രണ്ട് ഫംഗ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇതാ ലോഗ് എ ബി എന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1/log b a എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം എന്ത് ചെയ്യാം? എഴുതാം. ക്ലിയർ ആണല്ലോ? സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വൈയും ഇസഡും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഇത് വൈ ആണെങ്കിൽ ഇത് അടുത്തത് ഇസഡ് ആണെങ്കിൽ നമുക്ക് dy/dz കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെ, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് എന്നാണ്. അപ്പോൾ ഇതിനെ വൈ എന്ന് എടുത്തു, ഇതിനെ ഇസഡ് എന്ന് എടുത്തു. റെഡി അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതാ ഞാൻ വൈ ഇസഡ് എന്നുള്ള രീതിയിൽ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. വൈ ഇസഡ്. ഓക്കെ, വൈ ഇസഡ് എന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടും? വൈ എന്തുവായിരുന്നു? ലോഗ് 10x. ദെൻ ഇസഡ് എന്തുവായിരുന്നു? ഇസഡ് എന്ന് പറയുന്നത് ലോഗ് x10 ആണ്. അങ്ങനെയാണ് ഞാൻ എന്താണ്ട് നമ്മളിപ്പോൾ എഴുതിയ പ്രോപ്പർട്ടി ഇല്ലേ, ഈ പ്രോപ്പർട്ടി പ്രകാരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതാ ലോഗ് 10xനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/log x ബേസ് 10 എന്ന് എഴുതാം. ഇവിടെയോ ലോഗ് 10 ബേസ് 10 x എന്ന് എഴുതാം. സോ ഇതും കട്ട് ചെയ്യും, ഇതും കട്ട് ചെയ്യും, ഇതും കട്ട് ചെയ്യും, ഇതും കട്ട് ചെയ്യും. സോ y z നമുക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലായോ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. സോ ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു അല്ലേ? സോ dz വിത്ത് റെസ്പെക്ട് ടു dz, അതായത് zന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z നമുക്ക് വേണ്ടത് 1 ആണ്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് dy/dz ഈക്വൽ ടു 1 0 ആണ്. ഡെറിവേറ്റീവ് 0 വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? dy/dz ഈക്വൽ ടു -y/z എന്ന് കിട്ടും. ഓക്കെ, വാല്യൂസ് അറിയാമല്ലോ. സോ മൈനസ് ഓഫ് dy/dz നമുക്ക് വേണ്ടത്. സോ മൈനസ് ലോഗ് 10x ഡിവൈഡഡ് ബൈ ലോഗ് x10 എന്ന് വരും. ക്ലിയർ ആണല്ലോ? റെഡി മക്കളെ? ഒരു കാര്യം അറിയാം, ഇതാ ഈ 1/ അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഒന്നുകൂടെ മാറ്റി ഇതാ താഴെ -log 10x ഇൻറ്റു 1/log
ലോഗ് എക്സ് 10 എന്നല്ലേ, ഈ 1 log x 10 നമ്മൾ പ്രോപ്പർട്ടി പ്രകാരം എങ്ങനെ എഴുതാം, ലോഗ് ടു ദ ബേസ് 10x എന്ന് എഴുതത്തില്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. സോ മൈനസ് ലോഗ് 10x ഇൻറ്റു ലോഗ് 10x ബേസ് 10x എന്നാണ് കേട്ടോ. സോ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ലോഗ് ടു ദ ബേസ് 10x ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റെഡി അല്ലേ? ഈ പ്രോപ്പർട്ടിയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ റാ? റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 76ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതെന്താണ്, നമ്മുടെ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ മെട്രിസസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിന്റ് വെച്ചിട്ടുള്ള ചോദ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിന്റ് വെച്ച് കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുന്നുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് അല്ലേ, ഡിറ്റർമിനന്റ് a² b³ c⁴. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് വേഗം കണ്ടുപിടിക്കാം. സോ നോക്കിക്കേ, ബി നമുക്ക് എന്താ തന്നിരിക്കുന്നത്, b = 3a ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, b = 3a ഇൻവേഴ്സ്. സോ നമുക്ക് എന്തായാലും ഡിറ്റർമിനന്റ് b വേണം. സോ ഡിറ്റർമിനന്റ് b എഴുതിയാൽ എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് 3a ഇൻവേഴ്സ് എന്ന് വരും. സോ അതെങ്ങനെ വരും, 3 പുറത്തേക്ക് എടുക്കും, അപ്പോൾ 3³ വരും. ദെൻ ഡിറ്റർമിനന്റ് a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3³ ബൈ ഡിറ്റർമിനന്റ് a എന്ന് വരും. ഓക്കെ, 3³ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 3³ ഡിവൈഡ് ബൈ 3 വരും. സോ 9 വരും. ഓക്കെ, ഡിറ്റർമിനന്റ് ബി എത്ര കിട്ടി, 9 കിട്ടി. ഇനി സി എന്താ പറഞ്ഞിരിക്കുന്നത്, അഡ്ജോയിന്റ് a ബൈ 2 എന്ന് തന്നിട്ടുണ്ട്. സി = അഡ്ജോയിന്റ് a ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് സി എഴുതാം. സോ ഡിറ്റർമിനന്റ് സി എഴുതിക്കേ, ഡിറ്റ് സി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിറ്റ് ഓഫ് അഡ്ജോയിന്റ് a ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 1/2 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1/8 വരും. കാരണം 2³ 1/1ൻ്റെ ക്യൂബ് 1 ആണ്, 2³ 8 വരും. സോ ദെൻ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഡിറ്റർമിനന്റ് ഹോൾ സ്ക്വയർ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ 1/8 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഹോൾ സ്ക്വയർ. ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് അറിയാം, 3 ആണ്. സോ ഡിറ്റർമിനന്റ് ഹോൾ സ്ക്വയർ വരുമ്പോഴത്തേന് 9 വരും. സോ 9/8 എന്ന് വന്നു. റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട എന്താ, ഡിറ്റർമിനന്റ് a² b³ c⁴. സോ നമുക്ക് ഡിറ്റർമിനന്റ് a² ഡിറ്റർമിനന്റ് b³ ഡിറ്റർമിനന്റ് c⁴ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ a എത്രയായിരുന്നു, ഡിറ്റർമിനന്റ് a എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ. സോ ഡിറ്റർമിനന്റ് a 3² വരും ഇവിടെ അല്ലേ, 3² വരും. ദെൻ ഡിറ്റർമിനന്റ് b നമുക്ക് 9 ആണ് വന്നിരിക്കുന്നത്. സോ ഡിറ്റർമിനന്റ് b³, സോ 9³ എന്ന് വരും. 9 ഞാൻ 3² എന്ന് എഴുതി കഴിഞ്ഞാൽ 3⁻6 എന്ന് വരും. ഓക്കെ, റെഡി, 3⁻6 എന്ന് വരും. കാരണം നമുക്ക് ഓപ്ഷനിലെ ആൻസറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ ചെറുതാക്കുന്നത്. റെഡി അല്ലേ. സോ c⁴ എന്ന് പറഞ്ഞാൽ 9/8 ആണ് അല്ലേ, 3⁴ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ 9നെ 3² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 3² ഹോൾ സ്ക്വയർ അല്ലേ. സോറി, റെഡിയാണോ, പറയുന്നത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഞാൻ എന്തായിട്ട് എഴുതുന്നു, ഇതിന് നമുക്ക് 3⁸ ഡിവൈഡ് ബൈ 2⁻12 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3⁻16 ഡിവൈഡ് ബൈ 2⁻12 എന്ന് വരും. സോ ഇത്രയാണ് എന്ത് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ മക്കളെ, സോ എത്ര വരും, 3⁻16 ഡിവൈഡ് ബൈ 2⁻12 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പറയുന്നത് മനസ്സിലായോ? ഇനി നമ്മൾ 77ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓൺ ഡിഫറൻഷിയേറ്റിംഗ് ടാൻ ഇൻവേഴ്സ് √1 - x² - 1 ഡിവൈഡ് ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിഫറൻസിയേഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ y = ടാൻ ഇൻവേഴ്സ് √1 + x² - 1 ഡിവൈഡ് ബൈ എക്സ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തീറ്റ x = ടാൻ തീറ്റ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡി. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ = ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാനും പറ്റും. റെഡി, ക്ലിയർ ആണല്ലോ. സോ x = ടാൻ തീറ്റ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് എന്ത് കിട്ടും നമുക്ക്, y = ടാൻ ഇൻവേഴ്സ് √1 + ടാൻ സ്ക്വയർ തീറ്റ അല്ലേ, 1 + ടാൻ സ്ക്വയർ തീറ്റ -1 ഡിവൈഡ് ബൈ എക്സ് കിട്ടും. 1 + ടാൻ സ്ക്വയർ തീറ്റ എന്തുവാ, സീക് സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, സോ ടാൻ ഇൻവേഴ്സ്
സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1/x. റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റയാണ്. സോ ടാൻ ഇൻവേഴ്സ് എന്ത് വരും? സീക്ക് തീറ്റ മൈനസ് 1/, എക്സിന് നമ്മൾ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് താഴെ നമ്മൾ കൊടുത്തില്ല ടാൻ തീറ്റ. ഓക്കെ, താഴെ എന്ത് ചെയ്യണം? ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? സോ ടാൻ തീറ്റ ഇവിടെയും കൊടുക്കണം. സോ ടാൻ തീറ്റ, ദെൻ ടാൻ തീറ്റ, ദെൻ ടാൻ തീറ്റ. റെഡി അല്ലേ? സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സീക്ക് തീറ്റ ഞാൻ എന്താക്കി മാറ്റുന്നു? 1/cos തീറ്റ ആക്കുന്നു. 1/cos തീറ്റ മൈനസ് 1. ടാൻ തീറ്റ ഞാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എടുക്കുന്നു. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ്, നോക്കിക്കേ, നമ്മൾ ചുമ്മാ സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് സമയം കളയണ്ട. ഇവിടെ ക്രോസ് ചെയ്താൽ നമുക്ക് 1 - cos തീറ്റ എന്ന് മേലെ വരും. 1 - cos തീറ്റ, താഴെ കോസ് തീറ്റ രണ്ടിടത്തുനിന്നും പോവും. ദെൻ സൈൻ തീറ്റ വരും. ക്ലിയർ അല്ലേ? സോ ദെൻ ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ആംഗിൾ ഫോർമുല പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 2 sin square theta by 2, 2 sin square theta by 2. ദെൻ സൈൻ തീറ്റനെ ഹാഫ് ആംഗിൾ ഫോർമുല പ്രകാരം 2 sin theta by 2 cos theta by 2 എന്ന് എഴുതാം. സോ 2 പോവും, ഒരു സൈൻ തീറ്റയും പോവും. ദെൻ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? റെഡി? ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാം? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ 2 എന്ന് നമുക്ക് പറയാം. സോ തീറ്റേനെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/tan ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് കിട്ടും അല്ലേ? സോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 1/tan ഇൻവേഴ്സ് എക്സ്. ഇപ്പം നമ്മൾ കിട്ടിയത് എന്തുവാ? വൈയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. എന്താണ്? y ഈക്വൽ ടു ആണ് ഇപ്പം 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് കിട്ടിയത്. സോ ഇനി ഇവിടെ dy/dx കണ്ടുപിടിക്കണം. 1/2 കോൺസ്റ്റന്റ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ആൻസർ. 1/2 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? സിമ്പിൾ ആണല്ലോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് 18ാമത്തെ ചോദ്യം അല്ല, 78ാമത്തെ ചോദ്യം കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ നോക്കുന്നെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പറും കൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, GABയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 78ാമത്തെ ചോദ്യം, മാത്സിൽ നമ്മളിപ്പം 18ാമത്തെ ചോദ്യം. ഓക്കെ, സോ ഇതും നമുക്ക് എന്താണ്? നമ്മുടെ പാരാമെട്രിക് ഫോമിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ x ഈക്വൽ ടു 3 cos t, y ഈക്വൽ ടു 5 sin t. ദെൻ എന്ത് വേണം? പാരാമീറ്റർ 9 dy സ്ക്വയർ y dx സ്ക്വയർ അറ്റ് t ഈക്വൽ ടു -5/6 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? dx/dtയും dy/dtയും കണ്ടുപിടിക്കാം. സോ dx/dt ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സോ എന്ത് കിട്ടും? dx/dt x ഈക്വൽ ടു 3 cos θ ആണ്. സോ 3 × -sin t. ഓക്കെ, 3 × -sin t. ഓക്കെ, ദെൻ dy/dt നമുക്ക് എഴുതിയാൽ 5 sin t ഡെറിവേറ്റീവ് cos t. സോ നമുക്കിനി എന്ത് ചെയ്യാം? dy/dx എഴുതാം. എത്ര കിട്ടും? 5 cos t ഡിവൈഡഡ് ബൈ -3 sin t വരും. സോ cos t sin t cot t വരും. സോ -5/3 cot t വരും. ഓക്കെ, റെഡി ആണോ? cot t നമുക്ക് കിട്ടും. റെഡി ഗായ്സ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? d²y/dx² കണ്ടുപിടിക്കാനുണ്ട്. കാരണം എന്താ? 9 × d²y/dx² എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? d²y/dx² എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? സോ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് അഗെയിൻ എടുക്കുന്നു. d²y/dx². സോ -5/3 കോൺസ്റ്റന്റ് ആണ്. കോട്ട് ടിയുടെ ഡെറിവേറ്റീവ് എന്തുവാ? -cosec t. ഓക്കെ, cosec സ്ക്വയർ t. ഓക്കെ, സോ -cosec സ്ക്വയർ t. ദെൻ dt/dx എന്നും കൂടെ വരും അല്ലേ? സോ t ആണ്. ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു dt/dx. ഓക്കെ, dt/dx തെറ്റിപ്പോവും അല്ലേ? ഓക്കെ, സോ അപ്പോൾ നമുക്കിനി എന്ത് കിട്ടും? dt/dx. dx/dt എത്രയാണ്? dx/dt എത്രയാണ്? നമുക്ക് -3 sin t ആണ്. സോ 1/-3 sin t എന്ന് വരും. ഓക്കെ, സോ -5/3. ഈ മൈനസും ഈ cosec സ്ക്വയറിൻ്റെ മൈനസ് കൂടെ ചേർന്നത് 5/3 പ്ലസ് ആകുവേ. സോ 5/3 ഇൻറ്റു cosec സ്ക്വയർ ടീനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1/sin സ്ക്വയർ t എന്ന് എഴുതുന്നു. ഇൻറ്റു 1/-3 sin t വന്നു. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ടീൻ്റെ വാല്യൂ നമ്മൾ ഇനി എന്താ നോക്കേണ്ടത്? -π/6 വരുമ്പോൾ ഓക്കെ വാല്യൂ. അപ്പോൾ എന്താണ് d²y/dx² അറ്റ് t = -π/6. സോ വാല്യൂസ് കൊടുക്കുന്നു 5/3 ഇൻറ്റു 1/sin² t sin² π/6. sin π/6 എന്ന് പറഞ്ഞാൽ എന്താണ്? sin 30 ഡിഗ്രി 1/2 ആണ്. അതിൻ്റെ സ്ക്വയർ വേണം. സോ നമുക്ക് എത്ര കിട്ടും? 1/4 വരും. ഓക്കെ ഇൻറ്റു 1/-3 ഇൻറ്റു sin t ഇവിടെ -π ആണ്. സോ മൈനസ് വരും, സ്ക്വയർ വരുന്നത് പ്ലസ് ആയി പോകും. സോ ഇവിടെ sin t അല്ലേ? sin -π/6. സോ മൈനസ് sin π/6 വരും. സോ മൈനസ് sin π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1/2 വരും. ഓക്കെ റെഡി ആണല്ലോ? ആ മൈനസും ഈ -3 കൂടെ ചേർത്ത് -1/2 അത് രണ്ടും പ്ലസ് ആവും. ഓക്കെ സോ വീണ്ടും ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. 5/3 വരും. 1/1/4 മേലെ പോകുമ്പോൾ 4 ആകും. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? 3/2 എന്ന് വരും. അത് 2/3 എന്ന് വരും. ഓക്കെ റെഡി അല്ലേ? 2/3 എന്ന് വരും. സോ 3 9 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 40/9 എന്ന് കിട്ടും. സോ d²y/dx² = 40/9 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? 9 ഇൻറ്റു d²y/dx². അത് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? കുറച്ചൊന്നും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 29ാമത്തെ ചോദ്യമാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിക്കേ മക്കളെ. the number of discontinuity of the greatest integer function f of x equal to mod x box x. അതായത് എത്ര പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഫംഗ്ഷൻ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്? എല്ലാ ഇൻറ്റിജർ വാല്യൂസിലും എന്താണ്? ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ? നമുക്കറിയാം കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ കൈയെടുക്കാതെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റണം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെയാണ് സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് അല്ലേ? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റിയാണ് അല്ലേ? ഇൻറ്റിജേഴ്സ് വരുന്നിടത്തെല്ലാം അതിനെന്താണ്? ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമുക്ക് വരുന്നത് അല്ലേ? അപ്പോൾ എല്ലാ ഇൻറ്റിജർ വാല്യൂലും എന്താണ്? അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കണ്ടിന്യൂറ്റീസ് വരാൻ സാധ്യതയുണ്ട്? ഏത് ഇൻ്റർവെല്ലിൽ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇൻ്റർവെല്ലിൽ. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് അവിടെ നിന്നോട്ടെ. 0 മുതൽ ഒന്ന് നോക്കിക്കേ. 0 മുതൽ 100 വരെ എത്ര ഇൻറ്റിജേഴ്സ് വരാം? 100 എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓപ്പൺ ഇൻ്റർവെല്ലാണ്. 0 മുതൽ 100 വരെ ഈ ഇൻ്റർവെല്ലിനകത്ത് എന്തായാലും 0 ഇൻക്ലൂഡഡ് ആണ്. സോ 0 മുതൽ 100 വരെ 0 1 2 3 എക്സെട്ര 99 വരെയുള്ള പോയിന്റിൽ എല്ലാം എന്താണ്? അത് ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ? ഇൻറ്റിജർ വാല്യൂസിലെല്ലാം ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഇനി ഇവിടെ തുടങ്ങുന്നതോ -7/2 എന്ന് പറഞ്ഞാൽ 3.5 അല്ലേ? 3.5 ആണ് 7/2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3.5 ശേഷം, അപ്പോൾ 3.5 ശേഷം വരുന്ന ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? നമുക്കറിയാം -3 ഏതൊക്കെ വരാം? -3 വരാം, പിന്നെ -2 വരാം, -1 വരാം. കണ്ടോ ഇത്രയും വരും. അപ്പോൾ എത്ര എണ്ണം ടോട്ടലി വരും? ഇത് 3 എണ്ണം ഉണ്ട്. 0 മുതൽ 99 വരെ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. സോ 100 + 3 103 ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻ്റർവെല്ലിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് ഉണ്ടായിരിക്കുന്നത്. റെഡിയാണോ മക്കളെ പറയുന്നത്? സിമ്പിൾ സാധനം. ഓക്കെ ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ 80ാമത്തെ ചോദ്യം, അതായത് സെക്ഷൻ എയിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഇച്ചിരി ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. f of x equal to x raised to p cos 1/x ആണ് നമ്മുടെ ഫംഗ്ഷൻ. x not equal to 0 ആണ്. then 0 x equal to 0 is differentiable at x equal to 0. അതെന്താണ്? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഓക്കെ അങ്ങനെയാണെങ്കിൽ പീൻ്റെ വാല്യൂ എന്ത് വരും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഫസ്റ്റ് എന്താണ്? f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരുന്നു നമുക്ക് തന്നിട്ടുണ്ട്? f of x equal to x raised to p cos 1/x അല്ലേ? ഇത് x not equal to 0 എന്ന് പറയുന്നുണ്ട്. 0 when x equal to 0. ഓക്കെ സോ f of x ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അറ്റ് x equal to 0 ഇത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അത് ഡെഫിനറ്റ്ലി എന്തുമായിരിക്കും? അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? എല്ലാ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസും എന്താണ്? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ് ആ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ എങ്ങനെ എഴുതാം? ലിമിറ്റ് x → 0 f of x, ദെൻ അതുപോലെ തന്നെ f of 0 എന്താണ്?
0 ആണ് നമുക്ക് വെറുതെ പറയാം അല്ലേ. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവാണ്, ഡിഫറൻഷ്യബിലിറ്റിക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഇതും കൂടി ഒന്ന് പിടിച്ചേ, ലിമിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു പി കോസ് 1/x അല്ലേ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ആണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0 എന്താ 0 ആണ് അല്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു പി കോസ് 1/x എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഓക്കെ, ഇത് 0 ആണെങ്കിൽ എന്തായിരിക്കും, ഇത് 0 ആണെങ്കിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത് മക്കളെ. ഇത് 0 വരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് റൈസ് ടു പി, ഈ പി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണോ നിങ്ങൾ വെച്ചോ. പി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണെങ്കിൽ -1 എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. -1 എടുത്താൽ ഇതിൻ്റെ താഴെ എന്ത് വരും, എക്സ് വരും. സോ ഇവിടെ എക്സിന് നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇവിടെ എന്താണ്, പിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആകാൻ പാടില്ല. പിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിൽക്കുന്നത്. സോറി, ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. ലെസ് ദാൻ 0 ആകാൻ പാടില്ല. അപ്പോൾ ഈ കേസിൽ പിയുടെ വാല്യൂ എന്താവണം, ഗ്രേറ്റർ ദാൻ 0 ആവണം അല്ലേ. അല്ലെങ്കിൽ എന്താകും, ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ എന്താണ്, ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ. ഈ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, നമുക്കിവിടെ എക്സ് വരും. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സോ ഇവിടെ പിൻ്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 0 വരാനായിട്ട് പാടുള്ളൂ. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് മനസ്സിലായി. ഇനി നമ്മളോട് പറയുന്നു എഫ് ഓഫ് എക്സ് എന്താണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താണ്, ഇത് ഡിഫറൻഷ്യബിളും ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ഒന്ന് പറയാം. എങ്ങനെയാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഡിഫറൻഷ്യബിലിറ്റി പറയുമ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻ ടു 0. എഫ് ഓഫ് എക്സ് എന്തുവാ വരുന്നത്, എക്സ് റൈസ് ടു പി കോസ് 1/x ആണ്, -0 ഡിവൈഡഡ് ബൈ എക്സ്. ക്ലിയർ ആണോ? റെഡി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചേ, ഇതിന് ഒരു ഇൻഫിനിറ്റ് വാല്യൂ അല്ലേ, ഇത് ശരിക്കും ഒരു ഇൻഫിനിറ്റ് വാല്യൂയിലേക്കായിരിക്കും ഇത് വരുന്നത്. സോ നമ്മളിപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുമ്പോൾ എന്താണ്, അത് കണ്ടിന്യൂസും ആണ്. പക്ഷേ കണ്ടിന്യൂസ് ആകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നോക്കിക്കേ വാല്യൂസ് ഒക്കെ പി ലെസ് ദാൻ 0, പി ഈക്വൽ ടു 1, പി ഗ്രേറ്റർ ദാൻ 1, പിൻ്റെ വാല്യൂ 0ക്കും 1നും ബിറ്റ്വീൻ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആകുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി, പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കാരണം ഇവിടെ പി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അടിയിൽ പോകും. അപ്പോൾ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അത് ശരിയാവില്ല അല്ലേ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ എന്ത് എഴുതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 0 നമ്മൾ എഴുതി. ക്ലിയർ അല്ലേ? സോ അടുത്തത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുത്തു കൊടുത്തു, എക്സ് റൈസ് ടു പി ദെൻ കോസ് 1/x എന്ന് കൊടുത്തു. ക്ലിയർ ആണുണ്ടോ? പറയുന്നത് മനസ്സിലായില്ലേ? റെഡി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു പി കോസ് 1/x. അതായത് ഈ ഒരു കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇതാ നോക്കി, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഈ ഒരു കേസ് പറയുന്ന സമയത്ത് നമ്മുടെ പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരണം, ഈ എക്സിനെ ഞാൻ മേലോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഈ എക്സിനെ ഞാൻ മേലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് വരും, അത് എക്സ് റൈസ് ടു, ഞാനൊരു സ്റ്റെപ്പും കൂടെ എഴുതാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ്, ഞാൻ ഒന്നുകൂടെ പറയാമേ, ഈ എക്സിനെ ഞാൻ മേലെ കൊണ്ടുപോകുമ്പോൾ എക്സ് റൈസ് ടു -1 വന്നു, ദെൻ കോസ് 1/x എന്ന് വന്നു. ക്ലിയർ ആണുണ്ടോ? സോ ഇവിടെ p-1 എന്ന് വന്നു, കോസ് 1/x എന്നും വന്നു. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ p-1 എന്ന് പറയുന്നത് ഇനി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ p-1 എന്ന് പറഞ്ഞ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. കണ്ടിന്യൂറ്റി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് 0 ഒക്കെ സെയിം ആയിരിക്കും. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഇത് 0 എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് താഴെ പോകും. അപ്പോൾ ഈ എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എപ്പോഴും പിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നു. ഡിഫറൻഷ്യബിലിറ്റിയുടെ നോർമൽ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ ഫംഗ്ഷനെ എഴുതി, ഇവിടെ കിടക്കുന്ന എക്സിനെ ഞാൻ മേലെ കൊണ്ടുപോയി. സോ എക്സ് റൈസ് ടു -1 വന്നു. സോ അത് എക്സ് റൈസ് ടു p-1 കോസ് 1/x എന്ന് വന്നു. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഈ പി മൈനസ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ പി മൈനസ് വൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. സോ പി ഗ്രേറ്റർ ദാൻ 1. റെഡി? അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ്. റെഡി ആണല്ലോ? ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്കാണ് പോകുന്നത്. സെക്ഷൻ ബിയിലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് 81ാമത്തെ ചോദ്യം. The number of equivalence relation on the set 1, 2, 3 containing 1, 2 and 2, 1 അതുള്ള എത്ര ഈക്വലൻസ് റിലേഷൻസ് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈക്വലൻസ് റിലേഷൻ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3 ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനകത്ത് എന്ത് വേണം, നമുക്ക് 1, 1 വേണം, അതുപോലെ 2, 2 വേണം, ദെൻ 3, 3 വേണം, ദെൻ ഇതിനകത്ത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ 1, 2ഉം 2, 1ഉം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. യെസ്, 1, 2ഉം 2, 1ഉം ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഇക്വലൻസ് റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റി. നോക്കുക, ഇത് ഇക്വലൻസ് റിലേഷൻ അല്ലേ? നമുക്ക് 1, 2, 2, 1 ഉണ്ട്. സോ 1, 2, 2, 1 ഉണ്ടെങ്കിൽ 1, 1 ഉണ്ടാവണം. യെസ് ഉണ്ട്, അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്, നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ഒരു റിലേഷൻ നമ്മൾ എഴുതി, A1 എഴുതി. ഇനി അടുത്ത് നമുക്ക് A2 എന്ന് പറഞ്ഞ റിലേഷനും കൂടെ എഴുതാം. നോക്കിക്കേ, 1, 1, ദെൻ 2, 2, ദെൻ 3, 3, ദെൻ ഇത് ഉണ്ടാവണം എപ്പോഴും അല്ലേ? സോ 1, 2ഉം വേണം, 2, 1ഉം വേണമെങ്കിൽ നമുക്ക് അടുത്തതും കൂടെ എഴുതാം. ഏതൊക്കെ എഴുതാൻ പറ്റും? 2, 3, ദെൻ 3, 1 എഴുതാം. ഓക്കെ, 3, 1 എഴുതാം. അപ്പോൾ കറക്റ്റാണ്, അപ്പോൾ ട്രാൻസിറ്റീവ് ആകും. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണവും കൂടെ എഴുതാം. ഏതാണ്? 3, 1ഉം ദെൻ 1, 3ഉം എഴുതാം. ഓക്കെ, റെഡി അല്ലേ? 3, 1ഉം 1, 3ഉം. സോറി 3, 1 രണ്ട് തവണ ഞാൻ എഴുതിയോ? 3, 1, 1, 3. ഓക്കെ, സോ ഓക്കെ നോക്കിക്കേ. സോ ഒന്നുകൂടെ പറയാം, 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്, 2, 3 ഉണ്ട്, 3, 1 ഉണ്ട്, ദെൻ 3, 2ഉം ദെൻ 1, 3ഉം. കേട്ടോ? ഇത്രയും എഴുതിയാൽ എന്ത് സംഭവിക്കും? ഇതും ഇക്വലൻസ് റിലേഷൻ ആണ്. നമുക്കറിയാമല്ലോ എങ്ങനെയാ. 1, 2 ഉണ്ടെങ്കിൽ 2, 1 അത് ഡെഫിനറ്റ് ആയിട്ടും വേണം. 2, 3 ഉണ്ടെങ്കിൽ 3, 2 വേണം. 3, 1 ഉണ്ടെങ്കിൽ 1, 3 വേണം. പക്ഷേ ഇത് എഴുതുമ്പോൾ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇക്വലൻസ് റിലേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 3, 1, 3, 3 നോക്കിക്കഴിഞ്ഞാൽ 2, 1 ഉണ്ടോ നോക്കണം. യെസ്, 2, 1 ഉണ്ട്. ദെൻ നെക്സ്റ്റ് 3, 1, 1, 3, 3, 3 ഉണ്ട്. ദെൻ 2, 3, 3, 2, യെസ് 2, 2 ഉണ്ട്. യെസ്, അപ്പോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇക്വലൻസ് റിലേഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. കേട്ടോ? 2 നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. മാക്സിമം ഇത്രയും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? സോ ഇതിൽ ഏതെങ്കിലും എഴുതാതിരിക്കാൻ പറ്റുമോ? ഇത് എഴുതാതിരുന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ്. ഇപ്പം ഇതിനകത്ത് 3, 1ഉം 1, 3 ഇല്ലെന്ന് വെച്ചോ. സോ അപ്പോൾ നമ്മൾ ഇവിടെ 2, 3 എടുത്തു, ദെൻ ഇതെടുത്തു, ദെൻ നമുക്കടുത്തത് 1, 2, 2, 3 എടുത്താൽ 1, 3 വേണം. അപ്പോൾ 1, 3 ഇല്ലെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആകത്തില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൊടുത്തേ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സെറ്റ് വെച്ച് എഴുതാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 82ാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? A1, B1, C1, A2, B2, C2, A3, B3, C3 = 5 എന്ന് ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻഡ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ തന്നിരിക്കുന്നത് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ചുമ്മാ ഒന്ന് നോക്കിക്കേ. B2, C3 അതായത് B2 × C3 മൈനസ് B3, C2 അതായത് A1 എലമെൻറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ വന്നിരിക്കുന്നത്, ഈ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ മൈനറാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, മൈനർ അതിന് നമുക്ക് കോഫാക്ടർ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സൈൻ മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോഫാക്ടർ ആകും. അതെ, B1 നോക്കിക്കേ, B1ൻ്റെ മൈനർ A2, C3 മൈനസ് A3, C2 നോക്കിക്കേ. റെഡി? അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ എന്താണ്, മൈനേഴ്സ് പോലെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോഫാക്ടർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. കാരണം ഇവിടെ സൈൻ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിനകത്ത് എലമെൻറ്റിൻ്റെ സൈൻ ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇവിടെ നമുക്ക് സൈൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിത് കോഫാക്ടർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, സോ ഈ എഴുതിയിരിക്കുന്നത് നമുക്ക് ഡിറ്റർമിനൻ്റ് ഡെൽറ്റ ആയിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതിൻ്റെ കോഫാക്ടറാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത് കോഫാക്ടർ ആണെങ്കിൽ റെഡി, നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കോഫാക്ടർ ഓഫ് ദാറ്റ് ഡിറ്റർമിൻഡ് ഈക്വൽ ടു ഡിറ്റർമിൻഡ് ഓഫ് n-1. ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ ഡെൽറ്റ n എത്ര, ഇവിടെ 3/3 മെട്രിക്സ് ആണ്. സോ 3 - 1 വരും. സോ ഡെൽറ്റ സ്ക്വയർ വരും. ഡെൽറ്റ ഇവിടെ എത്ര, ഡിറ്റർമിൻഡ് പോലെ നമുക്ക് തന്നിട്ട് എത്രയാ, 5 ആണ്. സോ നമുക്ക് എത്ര കിട്ടും,
5 സ്ക്വയർ വരും 25 എന്ന് കിട്ടും നമ്മുടെ ആൻസർ കേട്ടോ 25 എന്ന് കിട്ടും അപ്പോൾ ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ സോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യാം വേറൊരു രീതിയിലും കൂടെ പറയാം ഡിറ്റർമിനന്റ് ഓഫ് കോഫാക്ടർ ഓഫ് എ ഓക്കെ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഡിറ്റർമിനന്റ് ഓഫ് എ ഹോൾ റൈസ് ടു n മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം സോ ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു 3 മൈനസ് 1 ആണ് ഡിറ്റർമിനന്റ് എ ഹോൾ സ്ക്വയർ ആണ് സോ ഡിറ്റർമിനന്റ് എ 5 ആണ് 5 സ്ക്വയർ നമുക്ക് എത്ര കിട്ടും 25 എന്ന് കിട്ടും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ റെഡി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത് പറയുന്നത് മനസ്സിലായോ റെഡി അല്ലേ ദെൻ ഇത് A11 ആണ് ഇത് A12 ആണ് അല്ലേ A12ൻ്റെ മൈനറാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ ഇതൊരു വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ സോ ദെൻ ഇത് നോക്കിക്കേ ഇത് കോഫാക്ടർ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയാടാ സോ ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ M12 ആണ് M12 ഇതിൻ്റെ കോഫാക്ടർ നമ്മൾ എന്ത് വരും A12 ആണ് സോ -1 നമ്മൾ വരും അല്ലേ സോ -1 ഇൻറ്റു മൈനർ എന്താ വരുന്നത് മൈനർ എന്ന് പറഞ്ഞാൽ A2C3 മൈനസ് A3C2 എന്നാണ് സോ മൈനസ് വെച്ചകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A3C2 മൈനസ് A2C3 എന്ന് വരും അത് തന്നെയല്ലേ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മളിത് കോഫാക്ടർ ആണെന്ന് മനസ്സിലായത് അല്ലേ നേരെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ എന്ത് ചെയ്തേനെ അത് മൈനർ തന്നെയാണ് പക്ഷേ നെഗറ്റീവ് സൈൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ഇത് തിരിഞ്ഞു വന്നു അതുകൊണ്ടാണ് ഇത് കോഫാക്ടർ ആയത് ഇനി A11 നോക്കിക്കേ അതായത് M11 കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് B2 ഇൻറ്റു C3 മൈനസ് കണ്ടോ അതുകൊണ്ട് ഇത് കോഫാക്ടർ ആണ് നമ്മൾ പറയാൻ പറ്റി റെഡി അല്ലേ അതിനകത്ത് സംശയം വരരുത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ റെഡി ഗായ്സ് ഇനി എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 83ാമത്തെ ചോദ്യം എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ദ നമ്പർ ഓഫ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0.5 പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് ടാൻ എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഇൻ്റർവൽ 0 to 2 0 മുതൽ 2 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആകുന്ന എത്ര പോയിന്റ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ മക്കളെ ഓക്കെ സോ മോഡെക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം മോഡെക്സിൻ്റെ ഗ്രാഫ് എപ്പോഴും എന്താ ഇങ്ങനെ നിൽക്കുന്നത് ദെൻ എക്സ് മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും അതായത് ഇപ്പം നമുക്കറിയാം 0.5 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ 0.5 എന്താണ് ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് ആ പോയിന്റിൽ എന്താണ് ഇത് കണ്ടിന്യൂസ് അല്ല 0 to 2 എന്ന് പറഞ്ഞ ഇന്റർവെൽ അല്ലേ 0.5 വരുന്നത് സോ ആ ഗ്രാഫ് എന്താണ് x = 0.5 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് x = 0.5 എന്ന പോയിന്റിൽ എന്താണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് ദെൻ അതേപോലെ തന്നെ x = 1 എന്താണ് x = 1 എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് എന്ത് ചെയ്യും x = 1 ഇങ്ങനെ എന്ത് ചെയ്യും ഷാർപ്പ് എഡ്ജാണ് വരുന്നത് സോ x = 1 എന്താണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ റെഡി ഇനി അടുത്ത ഫംഗ്ഷൻ എന്തുവാ ടാൻ എക്സ് ആണ് ഓക്കെ ടാൻ നോട്ട് ഡിഫൈൻഡ് ആകുന്ന കേസ് എവിടെയാ ടാൻ π/2 ഇല്ല ആ കേസിൽ എന്താണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് സോ x = π/2 അല്ലേ π/2 എന്താണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് കാരണം ഫംഗ്ഷൻ ഡിഫൈനേ ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുന്നത് സോ ആ പോയിന്റിൽ എന്താണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല സോ നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടും ഡിഫറൻഷ്യബിൾ ആകുന്ന എത്ര പോയിന്റ്സ് നോട്ട് ഡിഫറൻഷ്യബിൾ ആകുന്ന എത്ര പോയിന്റ്സാ 3 പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നോട്ട് ഡിഫറൻഷ്യബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷന് ക്ലിയർ ആണല്ലോ സിമ്പിൾ ആണ് റെഡി ഇനി നമുക്ക് 84ാമത്തെ ചോദ്യം നോക്കാം വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് എന്താ പറയുന്നത് MBA square matrix of order 3 whose elements are real numbers adjoint of adjoint m ആണ് നമുക്ക് തന്നിരിക്കുന്നത് then the absolute value of trace m എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രേസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ എന്താണ് adjoint of adjoint m നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഡയറക്റ്റ് ആയിട്ടൊക്കെ എടുക്കാം പ്രോപ്പർട്ടി നമുക്കറിയാം ഡിറ്റർമിനന്റ് m ഹോൾ റൈസ് ടു n-1 ഹോൾ സ്ക്വയർ അതായത് ഡിറ്റർമിനന്റ് m ഹോൾ റൈസ് ടു 4 എന്നൊക്കെ വരും അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതൊന്ന് കാണിച്ചു തരാം ഓക്കെ സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ പ്രോപ്പർട്ടീസ് ആണ് അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ ഡിറ്റർമിനന്റ് അല്ല നോർമൽ ആയിട്ട് എങ്ങനെ എഴുതാം ഡിറ്റർമിനന്റ് എം ഹോൾ റൈസ് ടു n-2 ഇൻറ്റു എം എന്ന് നമുക്ക് എഴുതാം ഇവിടെ എമ്മിൻ്റെ ഓർഡർ എത്രയാണ് 3 ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഡിറ്റർമിനന്റ് സോ അഡ്ജോയിന്റ് ഓഫ് അഡ്ജോയിന്റ് എമ്മിനെ ഒന്നും കൂടെ എഴുതാം നമുക്ക് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എം 3 - 1 അത് ഡിറ്റർമിനന്റ് എം വരും ദെൻ എം ഓക്കെ സോ നമുക്ക് എത്ര കിട്ടും
നമ്മുടെ ഡിറ്റർമിനൻ്റ് 36 0 -4 0 6 0 0 6 6 അല്ലേ. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. റെഡി ഗായ്സ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിൽ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കാൻ പോവുകയാണ്. എവിടെയാണ്? ഇവിടെ ഡിറ്റർമിനൻ്റ് എടുക്കാൻ പോവുക. ഡിറ്റർമിനൻ്റ് എടുത്താൽ എന്ത് കിട്ടും? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിറ്റർമിനൻ്റ് m ഹോൾ റൈസ് ടു 4 ആകും. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. സോ 36 × 36 വരും. ദെൻ അത് നമുക്ക് 0 ആയി പോകും. ദെൻ -4 നോക്കിക്കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. സോ 36 × 36 6² × 6² 6⁴ നമുക്ക് എഴുതാം അല്ലേ. 6⁴ എന്ന് എഴുതാം. സോ ഡിറ്റർമിനൻ്റ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? ± 6 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? റെഡി? സോ ഇനി നമുക്കൊരു കാര്യം മനസ്സിലായി. ഡിറ്റർമിനൻ്റ് m × m ഇതാണ്. സോ ഡിറ്റർമിനൻ്റ് m നമുക്ക് 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ m എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എഴുതത്തില്ലേ. സോ m എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 36/6 ± 6. ഇത് 0 ആണ്. ദെൻ ഇത് ± 2/3 വരും. ദെൻ 0. ദെൻ 6/6 ± 1 വരും. ഓക്കെ, ക്ലിയർ. ദെൻ അടുത്തത് 0 ആണ് വരുന്നത്. ഇതും 0 ആണ് വരുന്നത്. ദെൻ ഇതും ± 1 വരും. സോറി, ഇത് ±1 വരും. ഓക്കെ, സോറി മക്കളെ, ഇത് 3 ആണ് കേട്ടോ. ഇത് 3 ആണ്, ഇവിടുത്തെ എലമെൻറ്റ് 3 ആണ്. സോ ഇത് 1/2 വരും. കണ്ടോ? ഇനി നമുക്ക് എന്താ വേണ്ടേ? ട്രേസ് ഓഫ് m വേണം. ട്രേസ് ഓഫ് m എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്. ഓക്കെ, ഈ ഡയഗണൽ എലമെൻറ്റ് സമ്മ് 6 1 7 1 8 എന്ന് വരും. ഓക്കെ, ട്രേസ് ഓഫ് m നമുക്ക് എത്ര കിട്ടും? ട്രേസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ ± ആണ് വരുന്നത്. അബ്സല്യൂട്ട് വാല്യൂ അതുകൊണ്ട് +8 തന്നെ നമുക്ക് കിട്ടും. റെഡി ആണല്ലോ? എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രോപ്പർട്ടി ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? പ്രോപ്പർട്ടി ആണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. മക്കൾ ഇതെങ്ങനെ ഇത് കിട്ടിയെന്ന് സംശയമുണ്ടോ? ഡിറ്റർമിനൻ്റ് m ഡിറ്റർമിനൻ്റ് എമ്മിൻ്റെ വാല്യൂ ±6 കിട്ടിയിട്ടുണ്ട്. m കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ വാല്യൂസിനെയും നമ്മൾ ±6 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രേസ് കണ്ടുപിടിച്ചു. ± വാല്യൂ ആ വരുന്നത് 8 ± 8. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് വാല്യൂ മാത്രം എടുത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് വാല്യൂ കിട്ടും. കേട്ടോ? റെഡി? ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 85ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചേ. f എന്ന് പറഞ്ഞാൽ -1 to 1 ആണ്. ടു ദ റിയൽ നമ്പർ ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഓഫ് -mod x ദെൻ -√1 - x². ദെൻ if k be the set of all points at which f is not differentiable, then k has exactly എത്ര വാല്യൂസ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവരുടെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമാണ് ഗ്രാഫ് വരയ്ക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് ഫസ്റ്റ്? -mod x ഗ്രാഫാ. mod x ഗ്രാഫ് നമുക്കറിയാം. ഇങ്ങനെ -mod x എന്ന് പറയുമ്പോഴോ താഴെ വരും. ഓക്കെ, സോ -mod x ഗ്രാഫാണ്. വേറെ കളറിൽ വരയ്ക്കാം. -mod x ഗ്രാഫ് ഇതാണ്ട് ഈ വന്നിരിക്കുന്നത്. റെഡി? ഇതാണ് -mod x ഗ്രാഫ്. റെഡി മക്കളെ? ഇത് ഇവിടെ അങ്ങോട്ട് കയറി ആയിരിക്കുന്നത് കേട്ടോ. ഇത് താഴെയല്ല. ഓക്കെ, സോ ഇവിടെ വരും. ക്ലിയർ ആണല്ലോ? ഇനി മറ്റേ എന്തുവാ? √1 - x² ആണ്. 1 - x² ഗ്രാഫ് എന്താ വരുന്നത്? 1 - x² ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? താഴെ ഇങ്ങനെയാണ് വരുന്നത്. 1 - x² ഗ്രാഫ് 1 - x² ഇങ്ങോട്ടേക്ക് വരും. ഒരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത ഗ്രാഫ് 1 - x². റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഈ പോസിറ്റീവ് കേസ് മാത്രമേ വരത്തുള്ളൂ, മേലോട്ട് അല്ലേ. സോ ഇത് എന്താണ്? മറ്റേ ഗ്രാഫാണ്. ദെൻ ഇതെന്ത് വരും? നമ്മുടെ തിരിഞ്ഞു വരും അല്ലേ. ഇത് നോക്കിയേ, -1 അല്ലേ. ഇത് നമുക്ക് -1ഉം ഇത് 1ഉം ആണ് അല്ലേ. 1ഉം ആണ്. നമുക്ക് എങ്ങനെ ഇത് മാർക്ക് ചെയ്യാം? റെഡി? ഇനി നമുക്ക് നോക്കിയേ, സോറി 1 - x² ഗ്രാഫ് എന്ത് വരും? നമ്മുടെ താഴോട്ടാണ് നിൽക്കുന്നത്. 1 - x² ഗ്രാഫ് താഴോട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് അല്ലേ. സോ എന്താണ്? ഇങ്ങനെ നിൽക്കും. x² ഗ്രാഫ് എന്തുവാ? x² ഗ്രാഫ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഓക്കെ, x² ഗ്രാഫ് ഇങ്ങനെ. സോ 1 - x² എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. എങ്ങനെ? ഇങ്ങനെ പോകും കേട്ടോ. പറയുന്നത് മനസ്സിലായോ? സോ നമ്മൾ നെഗറ്റീവ് വരുന്നു, താഴോട്ട് വരും. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഞാൻ വേറെ കളർ എടുക്കാം. സോ ഇതായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് പോകുന്നത്. അപ്പർ പോർഷൻ ഇല്ല, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് സൈഡായിരിക്കും വരുന്നത്. റെഡി അല്ലേ? സോ എത്ര വരും? ഇങ്ങനെയാണ് ഗ്രാഫ്.
സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള പോർഷൻസ് ഏതാ വരുന്നത്? ഇതാണ് ഇൻ്റർസെക്ഷൻ പോർഷൻ വരുന്നത്. രണ്ട് ഗ്രാഫിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ പോർഷൻ വരുന്നത് ഈ ബട്ടർഫ്ലൈ പോലെ വന്നിരിക്കുന്ന പോർഷനാണ്. ക്ലിയർ അല്ലേ? സോ ഗ്രാഫ് വരയ്ക്കാനും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പോയിൻറ്റ്സിലായിരിക്കും ഇത് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതെന്നൊന്ന് നോക്കിക്കേ. നമുക്കറിയാം, ചുമ്മാ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഷാർപ്പ് എഡ്ജ് വരുന്നത് എവിടെയാണ്? 1, 2, 3 അടുത്താണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയും ഇവിടെയും ഇവിടെയാണ് ഷാർപ്പ് എഡ്ജസ് വരുന്നത്. സോ 3 പോയിൻറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ രണ്ട് ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് നോക്കുക. ദെൻ എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫിൻ്റെ പ്രത്യേകത. ഷാർപ്പ് എഡ്ജസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സാക്ട്ലി പോയിൻറ്റ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 3 ദെൻ ദ വാല്യൂ ഓഫ് ലാംഡ പ്ലസ് മ്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യബിൾ ആയത് നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കും. LHLും RHLും ഒക്കെ നമ്മൾ നോക്കും. എക്സ് ഈക്വൽ ടു 3യിലാണ് ഡെറിവേറ്റീവ് എന്ന് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ 3 ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. സോ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എന്താണ്? ഇത് കണ്ടിന്യൂസും ആണല്ലോ അല്ലേ? സോ ഇത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 3യിൽ. സോ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസും ആണ് അല്ലേ? സോ കണ്ടിന്യൂസും ആണ് എവിടെ? അറ്റ് എക്സ് ഈക്വൽ ടു 3യിൽ. അങ്ങനെ കണ്ടിന്യൂറ്റി ആണെങ്കിൽ എന്താ? LHL ഈക്വൽ ടു RHL ആണ്. റെഡി ആണല്ലോ? സോ ഇതെന്താണ്? എഫ് ഓഫ് 3യോട് ഈക്വൽ ആണ്. അപ്പോൾ LHL ഒന്ന് നോക്കിക്കാം മക്കളെ. LHL എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3. അപ്പോൾ LHL ഇത് വരും, RHL എടുക്കുമ്പോൾ ഇത് വരും. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ LHL എന്താ വരുന്നത്? റൂട്ട് 2 ഇൻറ്റു 3 വരും അല്ലേ? 2x എന്നല്ലേ വന്നിരിക്കുന്നത്. 2xൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 3 വരും. 2 ഇൻറ്റു 3 പ്ലസ് 3 ഈക്വൽ ടു ദെൻ മ്യൂ എക്സ്, അതായത് 3 മ്യൂ പ്ലസ് 12 ഈക്വൽ ടു എന്താണ്? അത് എഫ് ഓഫ് 3 വരുമ്പോൾ അത് തന്നെ ഫംഗ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. സോ എത്ര കിട്ടും നമ്മുടെ വാല്യൂ? ഇവിടെ 6 വരും. 6 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 9 വരും. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 തന്നെ വരും. ഓക്കെ. സോ 3 ലാംഡ ഈക്വൽ ടു 3 മ്യൂ പ്ലസ് 12 എന്ന് വരും. ക്ലിയർ ആണല്ലോ? റെഡി. നമുക്ക് ട്രൂ ഔട്ട് എന്ത് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മ്യൂ അല്ലേ ഒരിടത്ത്? മ്യൂ. ഓക്കെ. സോ മ്യൂ പ്ലസ് 4 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതി വെക്കാം. കണ്ടിന്യൂറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഡിഫറൻഷ്യബിൾ ആണോ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ LHDയും RHDയും അല്ലേ? സോ LHDയും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും അതുപോലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് എക്സ് ഈക്വൽ ടു 3 നോക്കാൻ പോവുക കേട്ടോ. എക്സ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ദെൻ എക്സിൻ്റെ സ്ഥാനത്ത് 2x + 3 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മൾ മൾട്ടിപ്ലൈയും ചെയ്യും. സോ എന്ത് കിട്ടും നമുക്ക്? ലാംഡ ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x + 3. ദെൻ 2x + 3യുടെ ഡെറിവേറ്റീവ് 2 ആണ്. ഓക്കെ. ദെൻ RHD റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്തുവാ? 12 കോൺസ്റ്റൻ്റ് ആണ്. മ്യൂ എക്സിൻ്റെ ഡെറിവേറ്റീവ് മ്യൂ ആണ്. റെഡി. അറ്റ് എക്സ് ഈക്വൽ ടു 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഇവിടെ കൊടുത്താൽ ഇത് റൂട്ട് 3 വരും, അത് 6 വരും. സോ ലാംഡ ഇൻറ്റു 2 ഇൻറ്റു 3 2 വരും ഈക്വൽ ടു മ്യൂ വരും. സോ 2ഉം 2ഉം കട്ട് ചെയ്താൽ ലാംഡ ഈക്വൽ ടു 3 മ്യൂ എന്ന് കിട്ടും. സോ ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഈക്വൽ ടു 3 മ്യൂ ഇതിനകത്ത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 മ്യൂ ഈക്വൽ ടു മ്യൂ പ്ലസ് 4 വരും. സോ 2 മ്യൂ ഈക്വൽ ടു 4 വരും. മ്യൂ ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ. മ്യൂ 2 കിട്ടിക്കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. 2 + 4 ലാംഡയുടെ വാല്യൂ എത്ര കിട്ടും? 6 കിട്ടും. സോ 6 2 ആണ് വാല്യൂസ് വരുന്നത്. ലാംഡ പ്ലസ് മ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലാംഡ പ്ലസ് മ്യൂ എന്ന് പറഞ്ഞാൽ 6ഉം 2ഉം 8 ആണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടത്. ക്ലിയർ ആണോ? റെഡി. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 87ാമത്തെ ചോദ്യമാണ്. സിമ്പിളാണ്. ഞാൻ പറഞ്ഞായിരുന്നു മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ലോഗരിതമിക് ഫംഗ്ഷന് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇത് y ഈക്വൽ ടു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോ ഇത് x-1 ദെൻ x-2 ഇത് x-3 ഇത് x-4 ഇത് x-5 ആണ്. സോ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പഠിച്ചിട്ടുള്ളത്? ലോഗ് y ഈക്വൽ ടു ലോഗ് x-1 പ്ലസ് ലോഗ് x-2 പ്ലസ് ലോഗ് x-3 ദെൻ പ്ലസ് ലോഗ് x-4 പ്ലസ് ലോഗ്
എക്സ് മൈനസ് 5. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച അല്ലേ. സോ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ 1/y ഇൻറ്റു dy/dx 1/x മൈനസ് 1 പ്ലസ് 1/x മൈനസ് 2 പ്ലസ് 1/x മൈനസ് 3 പ്ലസ് 1/x മൈനസ് 4 പ്ലസ് 1/x മൈനസ് 5. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ y വെച്ച് നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് dy/dx കിട്ടുന്നത്. സോ എന്ത് കിട്ടും, dy/dx ഈക്വൽ ടു, മക്കളെ ഞാൻ ഇനി ആ സ്റ്റെപ്പ് എഴുതുന്നില്ല, കാരണം y എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ഈ വലിയ സാധനമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ട് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തൊക്കെയായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നതെന്നൊന്ന് ചിന്തിച്ചേ. നമ്മൾ ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം പോയി കിട്ടി. ദെൻ f'5 ആണ് വേണ്ടത്. സോ എക്സിനെല്ലാം 5 കൊടുത്തേ. 5 - 2, 5 - 3, 5 - 4, 5 - 5. അത് കംപ്ലീറ്റ്ലി 0. പിന്നെ അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദെൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇതും പോവും, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയും 5 - 5 വന്നു, അതും പോയി കിട്ടി. സോ ഇതും എല്ലാം നോക്കുമ്പോൾ അങ്ങനെ ഒരു 5 - 5 വരുന്നുണ്ട്, അതെല്ലാം കംപ്ലീറ്റ്ലി 0 ആയി പോകും. പക്ഷേ ഇത് മാത്രം നിങ്ങൾ നോക്കുകയും ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും കട്ടായി പോകും. പിന്നെ നമുക്ക് എന്തുണ്ട്, 5 - 1, 5 - 2, 5 - 3, 5 - 4. അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. കണ്ടോ? ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, x - 1, x - 2, ദെൻ x - 3, ദെൻ x - 4. ഇത്രയും നമുക്ക് കിട്ടും. സോ നമ്മൾ ഇത് f'5 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5 - 1, 5 - 2, 5 - 3. ലോജിക്ക് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 5 - 4 കേട്ടോ. സോ 4, 3, 2, 1. ഓക്കെ, 24 എന്ന് കിട്ടും നമ്മുടെ ആൻസർ കേട്ടോ. 24 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f(x) ഈക്വൽ ടു cos x, cos 2x, cos 4x, cos 8x, cos 16x. ദെൻ f'(π/4) ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ k² എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതെന്താണ്, ഇത് കുറച്ച് നമ്മളൊന്ന് ചെയ്യണം. ഞാൻ ഹിൻഡ് പറഞ്ഞു തരാം. അതായത് cos x, cos 2x വന്നിട്ടുണ്ട്. ഞാൻ ഈ cos x-നെ എന്താക്കുന്നു, നമുക്ക് സൈൻ്റെ ഫോമിലേക്ക് എന്ത് ചെയ്യാം, ഇവനെ ഒന്ന് ആദ്യം മാറ്റാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെയൊന്ന് സൈൻ്റെ ഫോമിലേക്ക് ഒന്ന് ആക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 2 sin x എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിച്ചേ. f(x) ഈക്വൽ ടു ഈ ഫംഗ്ഷൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 sin x വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. സോ എന്ത് കിട്ടും എനിക്ക്, 2 sin x, cos x, cos 2x, cos 4x, cos 8x, then cos 16x ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട്, 2 sin x വരും. റെഡി? ഇനി നമുക്ക് നോക്കിക്കേ, ഇതെന്താടാ, 2 sin x cos x, sin 2x. ഓക്കെ, സോ അപ്പോൾ അടുത്തായിട്ട് എന്ത് വരും, അത് sin 2x ആയി. ദെൻ ഇവിടെ എന്ത് വന്നു, ഒരു cos 2x, പിന്നെ cos 4x, പിന്നെ cos 8x, പിന്നെ cos 16x ഡിവൈഡ് ബൈ ഇവിടെ എന്താണ്, താഴെ 2 sin x തന്നെ. ഇനി നോക്കിയേ, ഇതിനെ 2 sin 2x cos 2x-നെ എന്ത് ചെയ്യാം, നമുക്ക് 2 sin 2x 2 sin 2x cos 2x എന്ന് പറഞ്ഞാൽ നമുക്ക് sin 2 × 2 4x എന്ന് നമുക്ക് എഴുതാം. അത് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നോക്കിയേ, ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്തായി, ദെൻ sin 4x എന്നായി. ഇനി നോക്കിയേ, ഇവിടെ cos 4x വരും. അപ്പോൾ എഗെയിൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 8x വരും. അപ്പോൾ ഇവിടെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ സീരീസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഇവിടെ വരെ എത്തും. അത് മുഴുവൻ ഞാൻ എഴുതുന്നില്ല. ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ലാസ്റ്റ് sin 16x cos 16x കിട്ടും. ഇവിടെ താഴെ 16 sin x ആ വരുന്നത്. ഇതിനെ വീണ്ടും ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് sin 32x ഡിവൈഡ് ബൈ താഴെ നമുക്ക് 32 sin x എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് sin 32x ഡിവൈഡ് ബൈ 32 ഞാൻ 2⁵5 sin x എന്ന് കൊടുക്കുന്നു. റെഡി? ഇപ്പോൾ ഇതാണ് എന്ത്, നമുക്ക് f(x) കിട്ടിയേക്കുന്നത്. f(x) ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, f'(x) കണ്ടുപിടിക്കണം. സോ 1/32 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, 1/32 കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോ sin 32x ഡിവൈഡ് ബൈ sin x കോഷ്യൻ്റ് റൂള് അപ്ലൈ ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. സോ ഡിനോമിനേറ്റർ ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ സൈൻ 32x ഡെറിവേറ്റീവ് കോസ് 32x ഇൻറ്റു 32 ദെൻ മൈനസ് സൈൻ 32x ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ക്ലിയർ അല്ലേ? സോ ഇനി എന്ത് ചെയ്യാം, നമ്മൾ π/4 ആണ് നമുക്ക് കാണേണ്ടത്. f' ഓഫ് π/4. സോ 1/32 എല്ലായിടത്തും π/4 നമ്മൾ കൊടുക്കുവാണ്. സോ സൈൻ π/4 ദെൻ ഇത് കോസ് 8x എന്ന് വരും. കോസ് 8π വരും. എക്സ് അല്ല 8π. കോസ് 8π ഇൻറ്റു 32 മൈനസ് ഇത് സൈൻ 8π കോസ് π/4 ഡിവൈഡഡ് ബൈ ഇതെന്താണ്, ഇത് 1/2 എന്ന് വരും. കാരണം 1/√ൻ്റെ ഹോൾ സ്ക്വയർ. സിമ്പിൾ അല്ലേ മക്കളെ? സൈൻ nπ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ സൈൻ 8π ഈ ടേം 0 ആയി പോകും. ഇനി കോസ് nπ എന്ന് പറഞ്ഞാൽ അത് 1 ആകാം -1 ആകാം. ഈവൻ ആണെങ്കിൽ 1 ആയിരിക്കും വരുന്നത്. n ഈവൻ ആണെങ്കിൽ 1 വരും, n ഓഡ് ആണെങ്കിൽ -1 വരും. ഇവിടെ 8π ആയതുകൊണ്ട് എന്താണ്, അത് ഈവൻ ആണ്. സോ 1 വരും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇക്വൽ ടു 1/32 ഇൻറ്റു 1/√2 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 1/2 കിട്ടും. ഓക്കെ റെഡി? സോ നമുക്ക് എത്ര കിട്ടും? ഈ 32 ക്യാൻസൽ ആയി പോയി. ദെൻ 1/√2 ബൈ 1/2 വരും. സോ 1/√2 ഇൻറ്റു 2 കിട്ടും. സോ 2വിന് നമുക്ക് √2 ഇൻറ്റു √2 എഴുതാം. ഒരു √2 കട്ടായി കഴിഞ്ഞാൽ √2 ഈസ് ദ ഫൈനൽ ആൻസർ. കുറച്ച് ചെയ്യാനുണ്ട്, ലോജിക്ക് കിട്ടിയാലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 89ാമത്തെ ചോദ്യം. ഇതും കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നോക്കിക്കേ എന്തായി ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 0 എന്ന് പറയുന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് 5p + 10 log q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ? സോ x = 0 ആയതുകൊണ്ട് x <0യും x <0യും നമുക്ക് വരുന്നുണ്ട്. സോ LHLും RHLും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ LHL ഈക്വൽ ടു RHL എന്താണ്? f(0)യിലല്ലേ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 0യിലാണ് കണ്ടിന്യൂസ് പറയുന്നത്. സോ f(0) നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുക്കാം. ലിമിറ്റ് x → 0 പ്ലസ് f(x). സോ അപ്പോഴത്തെ ഫംഗ്ഷനും ദെൻ ലിമിറ്റ് x → 0 മൈനസ് f(x)ഉം എന്തിനോട് ഈക്വൽ ആ? f(0)യോട് ഈക്വൽ ആണ്. റെഡി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. 0 പ്ലസ് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, മൈനസ് വരുന്ന സമയത്ത് ഇതാണ് ഫംഗ്ഷൻ. റെഡി അല്ലേ? സോ ഞാൻ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുവാണ്. ലിമിറ്റ് x → 0 പ്ലസ് f(x) എന്തുവാ? e⁻tan 3x ഇൻറ്റു cot 5x എന്ന അല്ലേ? സോ അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ലിമിറ്റ് x → 0 e⁻tan 3x ഇൻറ്റു cot 5x-ന് ഞാൻ എന്ത് കൊടുക്കുന്നു? 1/tan 5x എന്ന് കൊടുക്കുന്നു. ഓക്കെ, tan 5x എന്ന് കൊടുക്കുന്നു. നമുക്ക് പ്രോപ്പർട്ടി അറിയാം. ലിമിറ്റ് x → 0 tan x ബൈ x എത്രയാ? 1 ആണ്. ഈ പ്രോപ്പർട്ടി പ്രകാരം ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്കൊരു 3 വേണം. അതിന് ഞാൻ ഇവിടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഇവിടെ 5x ഉണ്ട്, ഇവിടെ 5 വരണം. അപ്പം അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് x → 0 e⁻3tan 3x ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5tan 5x എന്ന് കൊടുക്കുന്നു. റെഡി? സോ അപ്പോൾ എന്ത് കിട്ടും? ഈ ടേം 1 ആയി പോയി, ഈ ടേമും 1 ആയി പോയി. ദെൻ e⁻3/5 എന്ന് വരും. ഓക്കെ റെഡി? സോ ലിമിറ്റ് x → 0 ഇനി അത് കൊടുക്കേണ്ട കാര്യമില്ല. e⁻3/5 എന്നാണ് ഫൈനലായിട്ട് നമുക്ക് വാല്യൂ വരുന്നത്. ഓക്കെ, e⁻3/5 കിട്ടും. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം, f(0) നോക്കി. f(0) കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? q കിട്ടും. സോ q നമുക്ക് എന്തെന്ന് കിട്ടി? q ഈക്വൽ ടു e⁻3/5 എന്ന് കിട്ടി.
കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡാണ് നോക്കിയത്, ദെൻ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ, അതും എന്താ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ, എഫ് ഓഫ് 0യുടെ ഈക്വൽ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ആ ഫംഗ്ഷൻ എന്തുവാ 1 പ്ലസ് സൈൻ എക്സ് മോഡ് സൈൻ എക്സ് ഹോൾ റേസ് ടു പി ബൈ സൈൻ എക്സ് എന്നല്ലേ, മോഡ് സൈൻ എക്സ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിൽ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കുന്ന പറഞ്ഞത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് 1 ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എഴുതാൻ പോവുക. ഓക്കെ, നമ്മളിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 പ്ലസ് സൈൻ 0 ആണ്. സോ 1 ദെൻ പി ബൈ ഇവിടെ 0 കൊടുത്താൽ ഇത് ഇൻഫിനിറ്റി ഫോം വരും. സോ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമായി അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് അല്ല ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പ്ലസ് മോഡ് സൈൻ എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് എന്തുവാ പി ബൈ മോഡ് സൈൻ എക്സ്. ഓക്കെ, റെഡി. ഇനി നമ്മൾ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും, ഇവിടുത്തെ ഈ 1 പോയി കിട്ടി. ദെൻ മോഡ് സൈൻ എക്സ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആണ്. സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത് അല്ലേ, നെഗറ്റീവ് അല്ലേ വരുന്നത്. സോ ഇ റൈസ് ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു എന്താണ് പി ബൈ മൈനസ് സൈൻ എക്സ് അതും വരും. ഓക്കെ, സോ മൈനസ് സൈൻ എക്സും പോയി. ദെൻ ഇ റൈസ് ടു പി ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും, ഇ റൈസ് ടു പി ഇ റൈസ് ടു 3/5 അല്ലേ, രണ്ടിടത്ത് വാല്യൂ കിട്ടി. നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ പി ഈക്വൽ ടു ഇ റൈസ് 3/5 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ പിയും കിട്ടി, ക്യൂവും കിട്ടി. നമുക്ക് വേണ്ടത് എന്താ, 5p പ്ലസ് 10 ലോഗ് പി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. സോ 5p അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, 5p. ഓക്കെ, സോ 5p പ്ലസ് 10 ലോഗ് ln q ആണ്. ഓക്കെ, സോ 5 ഇൻറ്റു പി എത്രയാണ്, 3/5 ആണ്. ദെൻ 10 ആണ്, 10 ലോഗ് ഇ റൈസ് ടു 3/5. സോ 5ഉം പോയി നമുക്ക് എത്ര കിട്ടും, 3 കിട്ടും. ദെൻ പ്ലസ് എന്താണ് 10 ആണ്, ഞാൻ പിന്നെ ലോഗ് എന്ന് എഴുതുന്നത് 10 ആണ് കേട്ടോ. 10 മക്കളെ ലോഗ് ഇ ക്യാൻസലായി പോയി. നമുക്ക് എന്ത് ചെയ്യാം, 3/5 എന്ന് തന്നെ എഴുതാം അല്ലേ, 3/5 തന്നെ വരും. സോ നമുക്ക് എത്ര എഴുതാൻ പറ്റും, സോ ഇവിടെ നമുക്ക് 3 വരും, 30/5 എന്ന് വരും. 30/5 എത്രയാണ്, 6 ആണ് അല്ലേ. സോ നമുക്ക് 3 + 6 നമുക്ക് 9 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമ്മുടെ ആൻസർ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തുവാണ്, 5p + 10 log n ആണ്. സോ 9 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇത് കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടേ ഉള്ളൂ. ഡെറിവേറ്റീവ് എടുക്കാറിയാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. സിമ്പിൾ ചോദ്യമാണ്, ഒന്നുമില്ല. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോക്കിക്കേ, f of x equal to 2x² + 3 when x greater than 3, ax² + bx + 1 when x less than or equal to 3. ഇത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. is differentiable everywhere, then a/b² ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കണ്ടിന്യൂസും ആണ് അല്ലേ. സോ ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താണ്, കണ്ടിന്യൂറ്റി ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂസും ആണേ, അതൊന്നും എഴുതുന്നില്ല കണ്ടീഷൻ. സോ ലിമിറ്റ് x ടെൻസ് ടു 3 f of x f of 3 എന്താണ്, ഈക്വൽ ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു f of 3 പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, 2x² + 3 ഈക്വൽ ടു ax² + bx + 1. രണ്ടിലും നമ്മൾ 3 അപ്ലൈ ചെയ്യും. സോ എന്ത് ചെയ്യും, 2 × 3² + 3 ഈക്വൽ ടു a × 3² + b × 3 + 1. രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് ഓക്കെ 9a + 3b = 20 എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ദെൻ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, f' ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ്. f' എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെറിവേറ്റീവ് എടുത്തേ 2 × 2x, അപ്പോൾ 4x വരും. ദെൻ 4x when x greater than 3 വരും. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് 2ax
പ്ലസ് ബി എന്ന് വരും. അത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. സോ എന്ത് ചെയ്യാം? നേരെ വാല്യൂ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ 4 ഇൻറ്റു 3 ഈക്വൽ ടു 2a ഇൻറ്റു 3 പ്ലസ് ബി ആണ്. സോ 12 ഈക്വൽ ടു 6a പ്ലസ് ബി എന്ന് വരും അല്ലേ? സോ ഇത് രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടും. സോ എയുടെ വാല്യൂ നമ്മൾ 16/9ഉം ബിയുടെ വാല്യൂ നമുക്ക് 4/3ഉം കിട്ടും കേട്ടോ. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് ചിന്തിച്ചാലേ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അടുത്ത പരീക്ഷ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.